അതുകൂടാതെ സെക്രീഷൻ, എൻഡോസൈറ്റോസിസ് ആൻഡ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന് വലിയ റോളുണ്ട്. പലതരത്തിലുള്ള പ്രോഡക്ട്സ് സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എൻഡോസൈറ്റോസിസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഫങ്ഷൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിനിലൂടെ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ടേഷൻ ഇവർ നടത്തുന്നുണ്ട് എന്ന്, അല്ലേ? അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്പോർട്ട് നമുക്ക് പഠിക്കാനുള്ളത്? അതിലൊന്നാമത്തേതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യുക, എനർജി ഒന്നും ഇല്ലാതെ തന്നെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടാണ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ബൈ ഡിഫ്യൂഷനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇവിടെ നമുക്ക് എനർജി വേണം. A2P ഉപയോഗിച്ച് ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എനർജി ഡിപ്പെൻഡ് പ്രോസസ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് അക്രോസ് മെംബ്രെയിൻ ഹയർ ടു ലോ കോൺസെൻട്രേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് കരിയർ പ്രോട്ടീൻ. അപ്പോൾ ഇതുപോലത്തെ കരിയർ ചാനൽ പ്രോട്ടീൻ വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത്, ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട്: പാസീവ്, ആക്റ്റീവ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ഇത് ഓരോന്നും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിലും അതുപോലെ ഫംഗസിലൊക്കെ കാണുന്നതാണ് എന്താ, സെൽ വോൾ. അപ്പോൾ സെൽ വോൾ നമ്മൾ ബാക്ടീരിയയിൽ പ്രൊക്കാരിയോട്ടിൽ സെൽ എൻവലപ്പാണ് പഠിച്ചത്. ഇവിടെ സെൽ വോളാണ്. നോൺ ലിവിങ് റിജിഡ് സ്ട്രക്ചറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഫോംസ് ആൻഡ് ഔട്ടർ കവറിങ് ഫോർ ദ പ്ലാസ്മ മെംബ്രെയിൻ. ആൽഗയ്ക്കൊക്കെയാണ് സെൽ വോളെങ്കിൽ സെല്ലുലോസ്, ഗാലക്ടൻസ്, ബാനൻസ്, മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ് ആണ്. പ്ലാന്റ് ആണെങ്കിൽ സെല്ലുലോസ്, ഹെമിസെല്ലോസ്, പെക്റ്റിൻസ് ആൻഡ് പ്രോട്ടീൻസ് വെച്ചിട്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഫംഗസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൈറ്റിൻ്റെ ഒക്കെ വോള് കാണാനാണ് സാധിക്കുക. ഇനി സെൽ വോളിൻ്റെ ഫങ്ഷൻ എന്താണ്? എന്തിനാ ഇപ്പം സെൽ വോള്? പ്ലാന്റിന് എന്തിനാ സെൽ വോൾ? നമുക്കറിയാം, നമ്മളെപ്പോലെ ഓടി രക്ഷപ്പെടാനൊന്നും പ്ലാന്റ്സിന് പറ്റത്തില്ല. അപ്പോൾ അവരുടെ സെല്ലുലാർ ലെവലായിട്ടുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടാണ് സെൽ വോൾ ആക്ട് ചെയ്യുന്നത്, അല്ലേ? അതുകൂടാതെ തന്നെയോ ആ സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നു, പ്രൊട്ടക്ട് ദ സെൽ ഫ്രം മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻ, ഹെൽപ്പ് ഇൻ സെൽ ടു സെൽ ഇൻറ്ററാക്ഷൻ, പ്രൊവൈഡ് ബാരിയർ ടു അൺഡിസൈറബിൾ മാക്രോ മോളിക്യൂൾ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കടന്നുള്ളിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സെൽ വോൾ എന്ന് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ നമുക്ക് പ്ലാന്റിന് സെൽ വോളിലേക്ക് വരുമ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾ ഉണ്ട്. അത് ആദ്യം ഒരു പ്ലാന്റ്, ഇപ്പം നമ്മൾ ഗ്രോത്ത് പഠിച്ചപ്പോൾ കണ്ടു, പെരിസ്റ്റമാറ്റിക് സെല്ലാകുമ്പം അവിടെ ഒരു തിൻ പ്രൈമറി വോൾ മാത്രമേ ഉള്ളൂ, പ്രൈമറി വോൾ. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യങ് പ്ലാന്റിലാണ് കാണുക, ക്യാപ്പബിൾ ഓഫ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, പാരൻകേമ മെരിസ്റ്റമറ്റഡ് ടിഷ്യൂസിൽ കാണാം, സ്ട്രെച്ചബിൾ ആയിരിക്കും. എന്നാൽ മെച്യൂർ സെല്ലായി കഴിയുമ്പോൾ എന്താണ്, സെക്കൻഡറി വോളും കൂടെ ഫോം ചെയ്യും. ഫോംഡ് ലേറ്റർ മെച്യൂരിറ്റി, സെക്കൻഡറി സെൽ വർ ഫോംഡ് ഇൻ ടു ദ പ്രൈമറി. അതാണ് നമ്മൾ പറഞ്ഞ ഇലോങ്ങേഷൻ ഫേസ് ഒക്കെ കഴിഞ്ഞ് മെച്യൂർ ആകുമ്പോൾ സെക്കൻഡറി വോൾ ഫോം ചെയ്യുമെന്ന് നേരത്തെ പ്ലാന്റ് ഗ്രോത്ത് ഡെവലപ്മെൻറ്റിൽ പറഞ്ഞത്. സോ മിഡിൽ ലാമെല്ല എന്ന് പറയുമ്പോഴോ ഈ രണ്ട് സെക്കൻഡറി സെൽ വോളുണ്ട്, പ്രൈമറി സെൽ വോളുണ്ട്. സെക്കൻഡറി സെൽ വോൾ അകത്തോട്ടാണ് ഫോം ചെയ്യുക. അപ്പം ഇതുപോലെ തൊട്ടപ്പുറത്തുള്ള സെല്ലുകളെ തമ്മിൽ ഗ്ലൂ ചെയ്ത് വെക്കുന്ന ഒരു സിമെൻറ്റ് മെട്രിക്സ് ഒക്കെ നമുക്ക് പറയാം. അപ്പം തൊട്ടടുത്ത സെല്ലുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഈ ജോയിൻ ചെയ്ത് വെക്കുന്ന, ഗ്ലൂ ചെയ്ത് വെക്കുന്ന ഒരു മെട്രിക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ മിഡിൽ ലാമെല്ല. ഇറ്റ് ഇസ് എ ലെയർ ഓഫ് കാൽഷ്യം പെക്ടൈഡ് വിച്ച് ഹോൾഡ് ഓർ ഗ്ലൂസ് ദ നെയ്ബറിംഗ് സെൽ. തൊട്ടടുത്ത സെല്ലുകളെ ഗ്ലൂ ചെയ്ത് വെക്കുന്നതാണ് ആര്, മിഡിൽ ലാമെല്ല. Then plasmodesmata, the cell wall and middle lamella may be traversed by plasmodesmata which connect the cytoplasm of neighboring cell. അപ്പോൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവരുടെ സെൽ വോൾ ആണ് ഇവരുടെ പ്രത്യേകത. സെൽ വോൾ ആൻഡ് മിഡിൽ ലാമെല്ല മേ ബി ട്രാൻസ്വേഴ്സ്ഡ് ബൈ പ്ലാസ്മോഡെസ്മാറ്റ വിച്ച് കണക്ട് ദ സൈറ്റോപ്ലാസം ഓഫ് നെയ്ബറിംഗ് സെൽ. ഈ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ആണ്. അപ്പം ഞാനൊരു സെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഈ സൈറ്റോപ്ലാസം തമ്മിൽ ഇവർക്കൊരു കണക്ഷൻസ് ഉണ്ടാവും. കണ്ടോ, ഇതുപോലെ സൈറ്റോപ്ലാസം തമ്മിൽ കണക്ഷൻ നടത്തുന്ന ആൾക്കാരാണെന്ത്, പ്ലാസ്മോഡെസ്മാറ്റ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിലൂടെ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം സെൽ വോൾ നമ്മൾ പറഞ്ഞു. അടുത്തത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റമാണ്. ഇതിൽ 4 ഓർഗനൽസ് നമുക്ക് പഠിക്കാനുണ്ട്: എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോം, ഗോൾജി അപ്പാരറ്റസ് ആൻഡ് വാക്യൂൾ. ഈച്ച് ഓഫ് ദ മെംബ്രെയിനസ് ഓർഗനൽസ് is distinct in terms of their structure and function, considered together as an endomembrane system because their functions are coordinated.
4 സെൽ ഓർഗനൽസാണ് വരുന്നത്. ഇവർ 4 പേരും വ്യത്യസ്തരായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവർ 4 പേരും കോർഡിനേറ്റ് ചെയ്ത ഫംഗ്ഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് പെറോക്സിസം ഡസ് നോട്ട് ബിലോങ് ടു എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഓക്കെ, ഇതാണ് എന്ത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടാത്ത ആൾക്കാർ. അപ്പോൾ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ആദ്യം വരുന്ന ആൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. ന്യൂക്ലിയസിനോട് അടുത്ത് തന്നെ നെറ്റ്വർക്ക് ഓഫ് റെട്ടിക്കുലം ഓഫ് ടൈനി ട്യൂബുലർ സ്ട്രക്ചേഴ്സ് സ്കാറ്റേർഡ് ഇൻ ദ സൈറ്റോപ്ലാസമാണ്. ഡിവൈഡ് ഇൻട്രാസെല്ലുലാർ സ്പേസ് ഇൻടു 2 ഡിസ്റ്റിങ്ക്ട് കമ്പാർട്ട്മെന്റ്. ഇവർക്ക് അകത്തും പുറത്തുമായിട്ട് 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ലൂമിനൽ ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, എക്സ്ട്രാ ലൂമിനൽ സൈറ്റോപ്ലാസം. കണ്ടോ, ഇതുപോലെ ഉള്ളിലൂടെ പോകുന്ന ഒരു കമ്പാർട്ട്മെന്റും ഈ പുറത്തൂടെ പോകുന്ന ഒരു കമ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പം അതാണെന്ത് ഇൻട്രാ ലൂമിനൽ ആൻഡ് എക്സ്ട്രാ ലൂമിനൽ എന്ന് പറയുന്ന 2 ഫേസ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പം ഈ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ മേലെ റൈബോസോം ഉണ്ടാവില്ല. ബട്ട് ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ മേലെ കണ്ടോ റൈബോസോംസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് എന്ത് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതില്ല എങ്കിൽ ഇതുപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം റൈബോസോം ഉള്ളത് കൊണ്ട് പ്രോട്ടീൻ സിന്തസിസ് ആണ് ഫംഗ്ഷൻ. സ്മൂത്തിൽ എന്താ ഉള്ളത് ഫംഗ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് ഇൻ ആനിമൽ സെൽസ് ലിപ്പിഡ് ലൈക്ക് സ്റ്റെറോയിഡ് ഹോർമോൺ. അപ്പോൾ ഇവിടെ റൈബോസോം ഇല്ല, അതുകൊണ്ട് പ്രോട്ടീൻ അല്ല, പകരം എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിപ്പിഡ് സിന്തസിസ്. ലിപ്പിഡ് അതുപോലെ തന്നെ ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡ് ഹോർമോൺ സിന്തസിസുമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ഗോൾഗി അപ്പാരറ്റസ് ആണ്. കമീലിയോ ഗോൾഗിയാണ് കണ്ടുപിടിച്ചത്. ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്കാണ്. സിസ്റ്ററിനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊരു സിസ് ഫേസും ഉണ്ട്, ഒരു ട്രാൻസ് ഫേസും ഉണ്ട്. ഈ കർവ്സിനെ നമ്മൾ പറയുന്നതാണ് സിസ്റ്റേറിനെ. ആൻഡ് ഫങ്ഷൻസ് ചോദിക്കാറുണ്ട് ഗോൾഗി അപ്പാരറ്റസിൻ്റെ. പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ്, പിന്നെ വെസിക്കലായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നു. ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്, ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നുള്ളതും കൂടെ ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്തതാണ് ലൈസോസോം. നമ്മൾ സൂയിസണൽ ബാഗ് എന്ന് പറയും. മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലർ സ്ട്രക്ചർ ഫോംഡ് ബൈ ഗോൾഗി ബോഡി. ഗോൾഗി ബോഡിയിൽ നിന്ന് വെസിക്കിളായിട്ട് ഫോം ചെയ്യുന്നതാണ് ലൈസോസോം. ഓൾ ടൈപ്പ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് കാണാം ആൻഡ് ഡൈജസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ഫോറിൻ സബ്സ്റ്റൻസിനെയും ഇവർ നശിപ്പിച്ച് കളയും. നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരും എന്ത് ചെയ്യും ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ അവരെ സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. ഇനി എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലെ അടുത്ത ആളാണ് വാക്യൂൾ. The vacuole is membrane-bound space found in cytoplasm. Store water, sap, excretory products and other material which are not useful to the cell. പിന്നെയോ ഇവരുടെ മെംബ്രെയിനെ നമ്മൾ പറയുന്നതാണ് എന്ത് ടോണോപ്ലാസ്റ്റ്. വാക്യൂളിൻ്റെ മെംബ്രെയിനെ നമ്മൾ പറയുന്നത് ടോണോപ്ലാസ്റ്റ് എന്നാണ്. ആൻഡ് സിംഗിൾ മെംബ്രെയിൻ ആണ്, സെലക്റ്റീവ്ലി പെർമിബിൾ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽ ഫ്രം സൈറ്റോപ്ലാസം ഇൻ ടു വാക്യൂൾ. പ്ലാന്റ്സിൽ ഏകദേശം 90% സ്പേസും ഈ വാക്യൂളാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പം പ്ലാന്റ് സെൽ എടുക്കുമ്പോൾ അതിൻ്റെ ഏകദേശം 19% ഈ വാക്യൂളാണ്. ന്യൂക്ലിയസ് ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും. ആൻഡ് അമീബ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഫോർ എക്സ്ട്രേഷൻ ഓഫ്. അപ്പോൾ അമീബയിലൊക്കെ നമുക്ക് കോൺട്രാക്റ്റൈൽ വാക്യൂളാണ് കാണുക. പ്രൊട്ടിസ്റ്റ് ഹാവ് ഫുഡ് വാക്യൂൾ വിച്ച് ആർ ഫോംഡ് ബൈ എൻഗൾഫിംഗ് ദ ഫുഡ് മെറ്റീരിയൽ. അപ്പോൾ ഓരോ കിങ്ഡത്തിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ഇനി എൻഡോ മെംബ്രെയിൻ സിസ്റ്റം നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കഴിഞ്ഞു, ഗോൾഗി ബോഡീസ്, വാക്യൂൾസ് ആൻഡ് ലൈസോസോം. അടുത്തത് ഇതൊന്നും അൽപ്പെടാത്ത പ്രധാനപ്പെട്ട മറ്റൊരാളാണ് മൈറ്റോകോൺട്രിയ എന്ന് നമ്മൾ പറയും. നമ്മൾ പണ്ട് തൊട്ടേ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന അല്ലേ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. അൺലെസ് സ്പെസിഫിക്കലി സ്റ്റെയിൻ നോട്ട് ഈസിലി വിസിബിൾ അണ്ടർ മൈക്രോസ്കോപ്പ്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് നമ്മൾ പറയുക. പ്രൊഡ്യൂസ് സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP, സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷന് നടക്കുന്ന ഒരാളാണ് മൈറ്റോകോൺട്രിയ. സോസേജ് ഷേപ്പ്, സിലിണ്ടറിക്കലായിട്ട് കാണാം. ഡബിൾ മെംബ്രെയിൻ ആണ്, ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ കാണാം. ഔട്ടർ ആൻഡ് ഇന്നർ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇന്നർ കമ്പാർട്ട്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഡെൻസ് ഹോമോജീനിയസ് മെട്രിക്സ് ആണ്. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലിമിറ്റിംഗ് ബൗണ്ടറീസ് ആണ്. അപ്പം ഡയഗ്രാം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡയഗ്രാം തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കുന്നതാണ്. സോ ഔട്ടർ മെംബ്രെയിൻ, ഇത് ഇന്നർ മെംബ്രെയിൻ, ഇടയിൽ കാണുന്ന മെട്രിക്സ്, ഇന്റർ മെംബ്രെയിനൽ സ്പേസ് ആൻഡ് ഇതിൻ്റെ കേർവ്സിനെ പറയുന്നതാണ് ക്രിസ്റ്റേ എന്നാണ് പറയുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് ഡയഗ്രാം പഠിക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം. എൻ്റെ പൊന്നു മക്കളല്ലേ, ഇത് മാറിപ്പോകരുത് കേട്ടോ. ക്ലിയർ? നോ
12 hours കട്ടാവില്ല, ഡോൺ വറി. അതും കഴിഞ്ഞ് നമ്മളിതാ 13 hourലേക്ക് കിടക്കാൻ പോകുന്നത്. അപ്പോഴാണോടാ ഇന്നർ മെംബ്രെയിൻ ഫോംസ് എ നമ്പർ ഓഫ് ഇൻഫോൾഡിങ്. ഞാൻ പറഞ്ഞല്ലോ ആ ഫോൾഡിങ്സിനെ നമ്മൾ ക്രിസ്റ്റ എന്നാണ് പറയുന്നത്. 2 കമ്പാർട്ട്മെന്റിലായിട്ടാണ്. ക്രിസ്റ്റ ഇൻക്രീസ് സർഫസ് ഏരിയ ആൻഡ് ഹാസ് F0 F1 പാർട്ടിക്കിൾസ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് റെസ്പിറേഷനിൽ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ. 2 മെംബ്രെയിൻസ് ആർ their own specific enzyme associated with mitochondrial function. Matrix possesses single circular DNA molecule, few RNA molecule, ribosome required for synthesis of protein. Divide by fission, semi autonomous organ. അതും കൂടി ഓർത്ത് വെക്കണം. കാരണം മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? സെമി ഓട്ടോണമസ് ഓർഗനൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സെമി ഓട്ടോണമസ് ഓർഗനലാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നമ്മൾ കാണുക, ആനിമലിൽ നമ്മൾ കാണാറില്ല. പ്ലാന്റ്സിൽ കാണുന്ന ഒരു പ്രത്യേക സെൽ ഓർഗനലാണ് ആര്? നമ്മുടെ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ കാണുന്ന പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഫൗണ്ട് ഇൻ ഓൾ പ്ലാന്റ് സെൽസ് ഇൻ യൂഗ്ലിനോയിഡ്സ്. ഇവർക്കിലാണ് നമ്മൾ പ്ലാസ്റ്റിഡ്സ് കാണുക. 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ആണ്: ലൂക്കോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളർലെസ് പ്ലാസ്റ്റിഡാണ്. അവിടെ ഫുഡ് സ്റ്റോറേജ് ആണ് മെയിൻ ഫങ്ഷൻ ആയിട്ട് വരുന്നത്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളേർഡ് പ്ലാസ്റ്റിഡ്, അതായത് നമ്മുടെ സാന്തോഫിൽ, നമ്മുടെ കെരോട്ടിനോയിഡ്സ് ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രൂട്ട്സിലും അതുപോലെ ഫ്ലവേഴ്സിലും ഒക്കെ എന്ത് ചെയ്യുന്നു? കളർ കൊടുക്കുന്നു. ക്രോമോപ്ലാസ്റ്റ് ആണ് നമുക്കറിയാം ഗ്രീൻ പ്ലാസ്റ്റിഡ് ആണ്. ഫോട്ടോസിന്തസിസ് ആണ് ഇവരുടെ ഫങ്ഷൻ. അപ്പോൾ ഓരോ പ്ലാസ്റ്റിഡും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഫങ്ഷൻസും ഇത്രയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് പ്ലാസ്റ്റിഡ്സിൽ. അപ്പോൾ ലൂക്കോപ്ലാസ്റ്റിൽ 3 എണ്ണം ഉണ്ട്. അമൈലോപ്ലാസ്റ്റ്, അലൂറോപ്ലാസ്റ്റ്. ഞാൻ പറഞ്ഞ ഫുഡ് സ്റ്റോറേജ് ആണ്. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ എന്താണ്? അമൈലോ. പ്രോട്ടീൻ ആണെങ്കിൽ അലൂറോ. ഓയിൽ ആൻഡ് ഫാറ്റ് ആണെങ്കിൽ എലയോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിൽ നമുക്കറിയാം കരോട്ടിനോയിഡ്, സാന്തോഫിൽ, അങ്ങനെ പലതരത്തിലുള്ള കളർ, യെല്ലോ, ഓറഞ്ച്, റെഡ് കളർ കൊടുക്കുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ പ്ലാസ്റ്റിഡ് എന്നാണ് പറയുക. ക്ലോറോഫിൽ, കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഉണ്ട്. സോളാർ എനർജിനെ ട്രാപ്പ് ചെയ്ത് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ആൻഡ് ലെൻസ് ഷീറ്റ്, ഓവൽ, സ്പെറിക്കൽ, ഡിസ്കോർഡ്, ഈവൻ റിബൺ ലൈക്ക് ഓർഗനൽ ഹാവിംഗ് വേരിയൽ ലെങ്ത്. ആൻഡ് ക്ലാമിഡോമോണസിൽ ഒരു ക്ലോറോപ്ലാസ്റ്റേ ഉള്ളുവെങ്കിൽ മീസോഫിൽ ഏകദേശം 20 മുതൽ 40 ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാം. ഇവരും ഡബിൾ മെംബ്രെയിൻ ആണ്. ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് ഇതും ഡയഗ്രാം പഠിക്കണം, ലേബൽ ചെയ്യാൻ ചോദിക്കും. ഇതേ ഡയഗ്രാം ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം ഡയഗ്രാം നല്ലോണം പഠിക്കണം, ലേബൽ ചെയ്യാനും പഠിക്കണം. ഡബിൾ മെംബ്രെയിൻ ആണ് ഔട്ടർ ഇന്നർ. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ കോയിൻ തൊട്ടുകളെ തൈലക്കോഡ് എന്ന് പറയും. അതിനൊരു സെറ്റിനെ നമ്മൾ ഗ്രാനം എന്ന് പറയും. ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ സ്ട്രോമ എന്നും പറയും. ആൻഡ് ഗ്രാനയിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസിൻ്റെ നമ്മൾ നേരത്തെ പഠിക്കുന്ന ഡാർക്ക് ഫേസ് നടക്കുന്നത്. ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഡാർക്ക് ഫേസ് എവിടെ നടക്കുന്നത്? സ്ട്രോമയിലാണ്. ആൻഡ് ഈ തൈലക്കോഡിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ്സ് അടങ്ങിയിട്ടുള്ളത്. എവിടെയാണ് ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഉള്ളത്? തൈലക്കോയിഡ്സിലാണ്. സ്റ്റോമ കണ്ടെയ്ൻ എൻസൈം റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ. സ്റ്റോമ കണ്ടെയ്ൻ സ്മോൾ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആൻഡ് സെമി ഓട്ടോണമസ് ഓർഗൻ. അപ്പം ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു സെമി ഓട്ടോണമസ് ഓർഗനിലാണ്. ഇവർക്കും ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂളും റൈബോസോംസ് സ്വന്തമായിട്ടുണ്ട്. അപ്പം മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും തമ്മിലൊരു കോമൺ ആയിട്ടുള്ള പോയിന്റുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഇതാ നമ്മുടെ റൈബോസോം വന്നു. പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും ഒരേപോലെ കാണുന്ന സെൽ ഓർഗനിലാണ് നമ്മുടെ റൈബോസോം. സോ ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ജോർജ് പാലയഡ് ആണ്. കമ്പോസ്ഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. നോൺ മെംബ്രെയിനസ് ആണ്. ഇതിനെ നമ്മൾ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യൂകാരിയോട്സിലെ റൈബോസോം എന്ന് പറയുന്നത് 80S ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഹാവ് 60S ആൻഡ് 40S. 70Sൽ 30S ആൻഡ് 50S ആണെങ്കിൽ 80Sലോ 40S ആൻഡ് 60S ആണ്. അപ്പം 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈബോസോം ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഓർത്ത് വെക്കണം. ആൻഡ് ഇതിൽ എസ് എന്താണ്? ഇതാണ് മറ്റൊരു ചോദ്യം. ഈ 70S 60S എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അതിൽ എസ് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണ്? സ്വീറ്റ്ബർഗ്സ് യൂണിറ്റ് ആണ്. ഇൻഡയറക്ട്ലി മെഷേഴ്സ് ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. റൈബോസോം കൺസിസ്റ്റ് ഓഫ് 2 സബ് യൂണിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. ഇനി സൈറ്റോസ്കെലട്ടനിലേക്ക് നമ്മൾ പോകുന്നു. നെറ്റ്വർക്ക് ഓഫ് filamentous proteinaceous structure consists of microtubule, microfilament and intermediate filament present in cytoplasm. Function എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട്, മോട്ടിലിറ്റി, മെയിൻ്റെനൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സെല്ലാണ് സൈറ്റോസ്കെലട്ടൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതും നമുക്ക് സെല്ലിൽ കാണാൻ പറ്റുന്ന filamentous proteinaceous structure ആണ്. അപ്പം എന്താണ് സൈറ്റോസ്കെലട്ടൻ എന്നും കൂടെ ഓർത്ത് വെക്കുക.
അടുത്തത് സീലിയ ആൻഡ് ഫ്ലജല്ല. നമ്മൾ ബാക്ടീരിയയിൽ പറഞ്ഞ പോലെ തന്നെ യൂക്കാരിയോട്സിൽ നമുക്ക് എന്ത് കാണാം? സീലിയ ആൻഡ് ഫ്ലജല്ല കാണാം. ഫസ്റ്റ് പാർട്ട് കട്ടായിട്ടില്ലടാ, യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ, കട്ടായിട്ടില്ല. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ കട്ടായിട്ടില്ലല്ലോ, ലൈവിലുണ്ടല്ലോ, ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ. കിട്ടുന്നുണ്ട് കേട്ടോ, നോ പ്രോബ്ലം. സീലിയ ആൻഡ് ഫ്ലജല്ല ഇതും മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഔട്ട് ഗ്രോത്ത് ഓഫ് സെൽ മെംബ്രെയിൻ ആണ്, കവേർഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. ആൻഡ് സീലിയ ആൻഡ് ഫ്ലജല്ല എമേർജ് ഫ്രം സെൻട്രിയോൾസ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ബേസൽ ബോഡി. ഈ ബേസൽ ബോഡിയിൽ നിന്നാണ് സീലിയം ഫ്ലജല്ലയും ഉണ്ടാവുന്നത്. സീലിയ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. നമ്മുടെ എന്താണ് തുഴയുന്ന ഓഴ്സിന്റെ ആക്ടിവിറ്റി പോലെയാണ് ഇത് നടക്കുന്നത്. കോസിങ് ദ മൂവ്മെന്റ് ഓഫ് എയ്തർ സെൽ ഓർ സറൗണ്ടിങ് ഫ്ലൂയിഡ്. ഇത് നീങ്ങുന്നതിനനുസരിച്ച് ഫ്ലൂയിഡ് നീക്കി ഇവർ മൂവ് ചെയ്യുക. അപ്പോൾ പാരമീസിയത്തിൽ നമുക്ക് സീലിയ കാണാം. യൂഗ്ലീനയിൽ ലോങ്ങർ സെൽ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലജല്ല കാണാൻ കഴിയും. ആക്സോണിമിൽ നമുക്ക് എന്ത് കാണാം? ദ കോർ ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല possess a number of microtubules running parallel to the long axis. Usually has 9 doublets of radially arranged peripheral microtubule, a pair of centrally located microtubule. ഈ രീതിയിലാണ് ആക്സോണിം ഉള്ളത്. കാരണം ഇവിടെ ആണ് എന്താ സീലിയയുടെയും ഫ്ലജല്ലയുടെയും ഏറ്റവും കോറായിട്ട് നമ്മൾ പറയുന്നത് ആക്സോണിയമാണ്. അപ്പോൾ ഈ സ്ട്രക്ചറാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ ഡയഗ്രമും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഇത് ഐഡന്റിഫൈ ചെയ്യണം. ദിസ് ഈസ് ദി ആക്സോണിയം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനൊരു സെൻട്രൽ ഷീത്ത് ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ് കാണാം, സെൻട്രൽ മൈക്രോട്യൂബ്യൂൾ കാണാം, റേഡിയൽ സ്പോക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ ബേസൽ ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് ആക്സോണിമൽ മൈക്രോട്യൂബ്യൂൾ 9+2 അറേഞ്ച്മെന്റ് ആണ്. സെൻട്രൽ ട്യൂബ്യൂൾസ് ആർ കണക്റ്റഡ് ബൈ ബ്രിഡ്ജസ് എൻക്ലോസ്ഡ് ബൈ സെൻട്രൽ ഷീത്ത് വിച്ച് ഈസ് കണക്റ്റഡ് ടു വൺ ഓഫ് ദ ട്യൂബ്യൂൾ ഓഫ് ഈച്ച് പെരിഫറൽ ഡൗലറ്റ് ബൈ റേഡിയൽ സ്പോക്ക്. ദർ ആർ 9 റേഡിയൽ സ്പോക്ക്. പെരിഫറൽ ഡൗലറ്റ്സ് ആർ ഓൾസോ ഇന്റർ കണക്റ്റഡ് ബൈ ലിങ്കേഴ്സ്. ഇതിനെ കണക്ട് ചെയ്യുന്നത് ലിങ്കേഴ്സ് വെച്ചിട്ടാണ് ഇവരെ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഡയഗ്രാം എന്താണ് ആക്സോണിം എന്നും കൂടെ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെൻട്രോസോമും സെൻട്രിയോളും എന്താണ്? സെൻട്രോസോമും സെൻട്രിയോളും എന്താണ്? എടാ ഇത് കട്ടാവില്ല, നിങ്ങൾക്ക് ആ ലൈവ് പിന്നീട് കിട്ടും. ഇതിലും കൂടുതൽ ലൈവ് പോയിട്ടുണ്ട്, ഡോണ്ട് വറി ഗൈസ്, കേട്ടോ. കട്ടാവുന്നുള്ള പ്രശ്നം വേണ്ട, നിങ്ങൾക്ക് ഇത് കിട്ടും. സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾ, റെഡി? സെൻട്രോസോം ആൻഡ് സെൻട്രിയോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. Centrosome is an organelle usually containing 2 cylindrical structures surrounded by amorphous pericentriolar material. Both centriole and a centrosome lie perpendicular to each other. അപ്പോൾ സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾ എന്ന് പറഞ്ഞാലും നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ കഴിയും. എന്ത്? സെൽ ഡിവിഷന് റോൾ ഉള്ളതാണ്, ആനിമൽ സെല്ലിൽ കാണുന്നതാണ്. സെൻട്രിയോൾ ആസ് എൻ ഓർഗനൈസേഷൻ ലൈക്ക് കാട്ടുവീൽ, ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് സെൻട്രിയോളിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയാണ്? ഒരു കാട്ടുവീൽ, ഒരു കാളവണ്ടീൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, റോഡ് ഷേപ്ഡ് കാണാം, 9 സ്പോക്സുകളുണ്ട്. ഒരു കാർഡ് വീൽ സ്ട്രക്ചർ സെൻട്രലാണ് കാണാൻ പറ്റുന്നത്. 3 സബ് ട്യൂബ്യൂൾസുകളുണ്ട്. ഒരു സബ് ട്യൂബ്യൂളാണ് നിങ്ങൾ കാണുന്ന ഗ്ലോബുലാർ സബ് യൂണിറ്റ്സ്. ഇതിങ്ങനെയാണ് എന്ത് കാണാൻ നിങ്ങൾക്ക് ഒരു സെൻട്രിയോളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം മനസ്സിൽ വേണം. NCERT ടെക്സ്റ്റിലുള്ളതാണ്. ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. Made up of 9 evenly spaced peripheral fibrils of tubulin protein. Each of the peripheral fibrin is a triplet, central part of proximal region of the centriole hub. Hub is proteinaceous, connected with tubule of peripheral triplets by radial spoke made of protein. ഇതുപോലെ തന്നെ റേഡിയൽ സ്പോക്ക് നമുക്ക് കാണാൻ കഴിയും. പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെയോ centriole form basal body of cilia or flagella, spindle fiber that give rise to spindle apparatus during cell division in animal, absent in higher plants and prokaryotes. അപ്പം ഹയർ പ്ലാന്റ്സിലും പ്രോകാരിയോട്സിലും ഉണ്ടാവില്ല, ആനിമൽസിലാണ് നമ്മൾ ഈ സെൻട്രിയോൾസ് കാണാറുള്ളത്. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഫോം ബേസൽ ബോഡി, ഗിവ് റൈസ് ടു സീലിയ ആൻഡ് ഫ്ലജല്ല, ഫോം സ്പിൻഡിൽ ഫൈബർ ഫോർ സെൽ ഡിവിഷൻ. ഇതാണ് നമ്മുടെ സെൻട്രിയോളിൻ്റെ ഫംഗ്ഷൻ. അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം, ഫംഗ്ഷൻസ് ചോദിക്കുന്നതാണ്. ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം റോബർട്ട് ബ്രൗൺ ആണ് കണ്ടുപിടിച്ചത് 1831. ബ്രെയിൻ ഓഫ് ദ സെൽ എന്നാണ് നമ്മൾ ന്യൂക്ലിയസിനെ പറയുന്നത്. ഡബിൾ മെംബ്രെയിൻ ആണ്. ഇതിൻ്റെ ഉള്ളിൽ
മെറ്റീരിയൽ ഇൻസൈഡ് വാസ് സ്റ്റെയിൻഡ് ആൻഡ് നെയിംഡ് ബൈ ക്രൊമാറ്റിൻ ബൈ ഫ്ലെമിംഗ്. ഫ്ലെമിംഗ് ആണ് ക്രൊമാറ്റിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ഇന്റർഫേസിൽ എന്ത് ചെയ്യുന്നു, ഈ ന്യൂക്ലിയസ് ഹൈലി എക്സ്റ്റെൻഡഡ് ഇലാബറേറ്റ് ന്യൂക്ലിയർ പ്രോട്ടീൻ ഫൈബേഴ്സ് ആയിരിക്കും. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഈ ന്യൂക്ലിയർ പ്രോട്ടീൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആയിട്ട് മാറുന്നത്. ന്യൂക്ലിയർ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് 2 പാരലൽ മെംബ്രെയിൻ വിത്ത് പെരിന്യൂക്ലിയർ സ്പേസ്. ഔട്ടർ മെംബ്രെയിൻ റിമെയിൻ കണ്ടിന്യൂസ് വിത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമായിട്ട് കണ്ടിന്യൂർ ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുക. പിന്നെ പ്രസൻസ് ഓഫ് ന്യൂക്ലിയർ പോർ ഡ്യൂ ടു ഫ്യൂഷൻ ഓഫ് 2 മെംബ്രെയിൻ പോസ് allow the movement of RNA and protein in both direction. Nucleoplasm contain nucleolus and chromatin. Nucleolus is the site of ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. ഇത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് എന്താണ്, ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസിന്റെ പ്ലേസ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമാറ്റിൻ എന്ത് ചെയ്യുന്നു, കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആവുന്നു. DNA ആൻഡ് സം ബേസിക് പ്രോട്ടീൻ ഹിസ്റ്റോൺസ് വെച്ചിട്ടാണ് ക്രോമസോം ഫോം ചെയ്യുന്നത്. സിംഗിൾ ഹ്യൂമൻ സെൽസിന് ഏകദേശം എന്താണ് 2 മീറ്റർ ലെങ്ത് ഉള്ള DNA ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി 46 ക്രോമസോം, 46 ക്രോമസോമിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ക്രോമസോമിന്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കണം. സെൻട്രലിൽ കൈനറ്റോകോർ കാണാം. ഈച്ച് ക്രോമസോം ഹാസ് പ്രൈമറി കൺസ്ട്രക്ഷൻസ് ഓഫ് സെൻട്രോമിയർ. ഓൺ സൈഡ് ഓഫ് സെൻട്രോമിയർ ദർ ഇസ് എ ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചർ കോൾഡ് കൈനറ്റോകോർ. സെൻട്രലിൽ കാണുന്ന ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചറിനാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഈ ആംസിനെയാണ് നമ്മൾ ക്രൊമാറ്റിഡ് എന്നും പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറും അതിൻ്റെ ഭാഗങ്ങളും ലേബൽ ചെയ്യാൻ പഠിക്കാം. നിങ്ങൾ ഓൾറെഡി 10th പഠിക്കുന്നതാണ്. പിന്നെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രോമസോംസിനെ ക്ലാരിഫൈ ചെയ്യാം. ഒന്ന് മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, പിന്നെ ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. ഇത് സ്ഥിരമായിട്ട് ആനുവൽ എക്സാമിന് വരുന്നതാണ്. ഈ ക്രോമസോം എന്തായാലും പഠിച്ചു വെക്കണം. പൊസിഷൻ ഓഫ് സെൻട്രോമിയർ വെച്ചിട്ടാണ് നമ്മൾ ക്രോമസോംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സബ് മെറ്റാസെൻട്രിക്, മെറ്റാസെൻട്രിക് കേട്ടോ. ഇത്രയാണ് ക്രോമസോംസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ അതിൽ ചോദിക്കുന്ന മറ്റൊന്നാണ് വാട്ട് ആർ സാറ്റലൈറ്റ്. ഫ്യൂ ക്രോമസോംസ് ഹാവ് നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ അറ്റ് എ കോൺസ്റ്റന്റ് ലൊക്കേഷൻ. ദിസ് ഗിവ്സ് ദ അപ്പിയറൻസ് ഓഫ് എ സ്മോൾ ഫ്രാഗ്മെന്റ്. അപ്പോൾ ഇവിടെ കാണുന്ന സെക്കൻഡറി കൺസ്ട്രക്ഷൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാറ്റലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് ചോദിക്കാറുള്ളതാണ്. പിന്നെയുള്ളത് മൈക്രോ ബോഡീസ് ആണ്. മെനി മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. ഇറ്റ് കണ്ടെയ്ൻ വേരിയസ് എൻസൈം. പലതരത്തിലുള്ള എൻസൈംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെയോ പെറോക്സിസോം, അതുപോലെ തന്നെ ഗ്ലൈയോക്സിസോം. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, മൈക്രോ ബോഡീസിന് എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത്. സോ ഇതും 1 മാർക്കിന് എക്സാമ്പിൾ ഫോർ മൈക്രോ ബോഡീസ് ചോദിക്കും. അപ്പോൾ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ഇത്രയാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. സോ ഈ ചാപ്റ്റർ ക്ലിയർ, സെറ്റ് ആയോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? സെൽ ദ യൂണിറ്റ് ഓഫ്, അങ്ങനെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു. ഈ 2 ചാപ്റ്റേഴ്സും അടിപൊളി പക്ക ആയിട്ട് ക്ലിയർ ആയോ മക്കളെ? എല്ലാവരും ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ക്ലിയർ? അടുത്തത് അനാട്ടമി പിന്നെ മോർഫോളജിയിലേക്ക് പോവാണ്. യെസ്, അനാട്ടമി മോർഫോളജിയിലേക്ക് നമ്മൾ പോവാണ്. റെഡി ആണോ എല്ലാവരും? അയ്യോ, നമുക്ക് നോക്കാം. നിങ്ങൾ വിഷമിക്കാതെ, അങ്ങനെ ലൈവ് കട്ടാവാറില്ല. നമ്മൾ ഇതിലും കൂടുതൽ ടൈം ലൈവൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട. ലൈവ് കട്ടായാലും തിരിച്ച് നമ്മൾ സെറ്റാക്കും. ഡോണ്ട് വറി, നമുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യാൻ തരികയാണ്. വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്ന് വേഗം പോരാ കേട്ടോ.
യെസ്, അപ്പം മിസ് ബാക്ക്, ഐ എം ബാക്ക് ഗൈസ്. അപ്പം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഒട്ടും സമയം കളയുന്നില്ല, ചെറിയൊരു ബ്രേക്ക് തന്നേ ഉള്ളൂ. യെസ്, അങ്ങനെ നമ്മൾ 13 മണിക്കൂറിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈവ് കട്ടായത് വിഷമിക്കേണ്ട, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ലൈവ്. സോ അത് നമ്മൾ ഒന്നിച്ച് തന്നെ അതിലേക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആരും അതോർത്ത് വിഷമിക്കേണ്ട. ഇപ്പം നമ്മൾ ലൈവ് കണ്ടിന്യൂ ചെയ്ത് കാണുക, ബാക്കിയുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അപ്പ് ചെയ്തോളൂ. നമ്മളിവിടെ 12, 15, 18, 20 മണിക്കൂർ ലൈവ് പോയിട്ടുള്ളതാണ് സൈലത്തിൻ്റെ ക്ലാസ്സിൽ. സോ ഡോണ്ട് വറി ഗൈസ് അബൌട്ട് ദാറ്റ് കേട്ടോ. റെഡി? അപ്പം നമ്മൾ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് കടക്കാൻ പോവാണ്. എല്ലാവരും റെഡി? ചിക്ക് ബൂംബ, ചിക്ക് ബൂം ആണോ? യെസ്. അപ്പോൾ അനാട്ടമിയിൽ നമുക്ക് വേഗം തന്നെ പറഞ്ഞു പോകാം, കാരണം ഇതിലധികം ടൈം വേണ്ട, കുഞ്ഞു ചാപ്റ്ററാണ്. ഇതിൻ്റെ ഓരോ ജസ്റ്റ് അനാട്ടമി മാത്രമേ പറഞ്ഞു പോകാനേ ഉള്ളൂ. അപ്പോൾ അനാട്ടമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ടിഷ്യൂ സിസ്റ്റംസ് ആണ്. കാരണം നമ്മൾ സെല്ലുലാർ ലെവലിൽ സെല്ലിൽ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്ലാന്റ്സിൻ്റെ ടിഷ്യൂസിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് പോകുന്നത്. അപ്പം അയ്യോ, എവിടെ പോയടേ? യാ, അപ്പോൾ എല്ലാവരും തിരിച്ചു വരാൻ പറയൂ. കുറേ പേര് വെള്ളമൊക്കെ കുടിക്കാൻ പോയവരുണ്ട്. വേഗം തന്നെ തിരിച്ചു വരിക. നമ്മൾ അനാട്ടമി സ്റ്റാർട്ട് ചെയ്യാണ്, റീസ്റ്റാർട്ട് അല്ലെങ്കിൽ മീൻസ് ലൈവ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. പോയവരോടൊക്കെ വേഗം തിരിച്ചു വരാൻ പറയാം. അപ്പം ഈ പറയുന്ന എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, ഈ 3 ടിഷ്യൂ സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ വരുന്ന ഒരു ടിഷ്യൂ സിസ്റ്റമാണ്. അപ്പം അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ടർ മോസ്റ്റ് റീജിയൻ ആണ്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രൽ പോർഷൻ, വാസ്കുലർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്ലാന്റിൻ്റെ ഏറ്റവും സെൻറ്റർ സ്പെസിഫിക് റീജിയനിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ടിഷ്യൂസ് എടുക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് യൂഷ്വലി പെർഫോമിങ് എ കോമൺ ഫംഗ്ഷൻ, ഒരു കോമൺ ഒറിജിനുള്ള ഒരു കോമൺ ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ക്ലാസിഫൈഡ് ഇൻടു 2 മെയിൻ ഗ്രൂപ്പ്, നെയിംലി മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനന്റ് ടിഷ്യൂ. നമ്മൾ 2ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്, രണ്ടാമത്തേത് എന്താണ്? പെർമനന്റ് ടിഷ്യൂ. ഇത് നമ്മൾ പ്ലാന്റിൻ്റെ ടിഷ്യൂസിൽ പഠിക്കുന്നതാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ്, ആക്റ്റീവ് ഡിവിഷൻ നടത്തുന്ന ടിഷ്യൂ. നമ്മൾ ഓൾറെഡി പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ പറഞ്ഞു. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഏറ്റെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഏറ്റെടുത്ത് പോകുന്ന ആൾക്കാരാണ്. സോ ഇതാണ് 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. കീപ്പ് ഓൺ ഡിവൈഡിങ്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് ഡു നോട്ട് ജനറലി ഡിവൈഡ് ഫർദർ ഡിവൈഡ് ചെയ്യാറില്ല, ബട്ട് അവരൊരു ഫംഗ്ഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതാണ് 2 ടൈപ്പ് ഓഫ് ടിഷ്യൂ. ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് വരുമ്പം ഇതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പുറമത്തെ റീജിയനാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും സെൻട്രൽ ആയിട്ട് വരുന്നതാണ് ഇത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ടിഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്. അവിടെയാണ് നമ്മുടെ ക്യാമ്പിയം ഒക്കെ നമ്മൾ കാണാൻ കഴിയുന്നത്, സൈലം ആൻഡ് ഫ്ലോയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ, എപ്പിഡെർമൽ എപ്പിൻഡേജസ്, അതായത് ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർസ് ഉണ്ട്. elongated compactly arranged cells which form a continuous layer ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലെയർ പാരൻകൈമറ്റഡ് സെൽ വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ആൻഡ് എ ലാർജ് വാക്യൂൾ നമുക്ക് കാണാം. എപ്പിഡെർമസ് കവേർഡ് വിത്ത് വാക്സി തിക്ക് ലെയർ ക്യൂട്ടിക്കൽ പെർസൺ ഇൻ സ്റ്റെം ആൻഡ് ലീഫ് ആബ്സെന്റ് ക്യൂട്ടിക്കൽ പ്രിവെന്റ് ദി ലോസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലായിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബാരൽ ഷേപ്പിലായിട്ടാണ് എപ്പിഡെർമസ് ഉള്ളത്. ഓക്കെ അല്ലേ? 1 hour ഉണ്ട് എപ്പിഡെർമിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എപ്പിഡെർമിസ് ലെയർ, കാണുന്നുണ്ടല്ലോ. ഇതിന് പുറമേ ആയിട്ട് നമുക്കൊരു തിക്ക് ക്യൂട്ടിക്കൽ ലെയറും കാണാൻ പറ്റും, ഒരു വാക്സി കോട്ടിംഗ് ഉള്ള തിക്ക് ക്യൂട്ടിക്കൽ ലെയറും കൂടെ കാണാൻ പറ്റും. പിന്നെയോ ഇവിടെയാണ് നമുക്ക് സ്റ്റൊമാറ്റാസ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സ്റ്റൊമാറ്റാസ് കാണാൻ കഴിയും. അവിടെ ക്യൂട്ടിക്കൽ ഉണ്ടാവില്ല, അവിടെ നമുക്ക് സ്റ്റൊമാറ്റാസ് കാണാൻ കഴിയും. അപ്പോൾ ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, ക്യൂട്ടിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? നമ്മുടെ സ്റ്റൊമാറ്റാസും ഉണ്ട്. സോ ഇതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാർ. ഇനി സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ഇതുപോലെ തന്നെ ബീൻ ഷേപ്ഡ് സ്റ്റൊമാറ്റോയും, മോണോകോട്ട് പ്ലാന്റ്സിൽ നമുക്ക് ഇതുപോലെ ഡംബൽ ഷേപ്പ് സ്റ്റൊമാറ്റോയും കാണാൻ കഴിയും.
അപ്പം റിലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ, ഇറ്റ് റെഗുലേറ്റ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. സ്റ്റൊമാറ്റോയുടെ പ്രധാന റോൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പിറേഷൻ, വാട്ടർ വേപ്പറേറ്റ് ചെയ്ത് കളയുക, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, റെസ്പിറേഷനും ഫോട്ടോസിന്തസിന് വേണ്ടി ഓക്സിജൻ CO2 ട്രാൻസ്പോർട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. കമ്പോസ്റ്റ് ഓഫ് 2 ബീൻ ഷേപ്ഡ് സെൽ, ഗാർഡ് സെൽ ആണ്. ദെൻ ഡംബൽ ഷേപ്ഡ് സെൽ ഗ്രാസസിൽ കാണാം. ഔട്ടർ വോൾ തിന്നാണ്, ഇന്നർ വോൾ തിക്കാണ്. പൊസസ് ക്ലോറോപ്ലാസ്റ്റ്, റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്റ്റൊമാറ്റയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെയോ സബ്സിഡറി സെൽ, എ ഫ്യൂ എപ്പിഡെർമൽ സെൽ ഇൻ ദ വിസിനിറ്റി ഓഫ് ഗാർഡ് സെൽ ബിക്കം സ്പെഷ്യലൈസ്ഡ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്, സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, ഗാർഡ് സെൽ ആൻഡ് സബ്സിഡറി സെൽ. ഇവിടെ ആരോ ചോദിക്കുന്നുണ്ട് എന്താണ് കാസ്പേരി സ്ട്രിപ്പ് അല്ലേ? അത് എത്തുമ്പോൾ പറഞ്ഞുതരും. ഇവിടെ കൂടുതലായിട്ടും ചോദിക്കുന്നത് എന്താണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. എന്താണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ? എന്തൊക്കെയാണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ? അവിടെ ഒരു ഗാർഡ് സെൽ ഉണ്ടാകാം, അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ഒരു സ്റ്റൊമാറ്റൽ പോർ, സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് ആണ്, സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അപ്പോൾ ഗാർഡ് സെല്ല്, സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, പിന്നെയോ സബ്സിഡറി സെൽ. ഇത് 3 പേരെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന്. ഇവിടെ വരച്ചിട്ടുള്ളത് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് ആണ്. സ്റ്റൊമാറ്റൽ പോറ്, അതിന് ചുറ്റുമുള്ള ഗാർഡ് സെൽ, അതിന് ചുറ്റുമുള്ള സബ്സിഡറി സെൽ, ഇവരെ മൊത്തത്തിലാണ് നമ്മൾ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുള്ളതാണ്. എടാ അർജുൻ എസ് കുമാറെ, ആനിമൽ കിങ്ഡം ഹാഫ് കട്ടായെങ്കിൽ വിഷമിക്കേണ്ട, അത് 12 hour ലൈവ് പോകുന്നതുകൊണ്ടാണ്. നമ്മൾ റെക്കോർഡ് ചെയ്തത് വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യും. ഡോണ്ട് വറി ഗൈസ്, പ്ലീസ് എന്നെ ഒന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ, വിശ്വസിക്കൂ കേട്ടോ, എല്ലാം വരും, ഡോണ്ട് വറി. ഇനി എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് ഹെയേഴ്സ് കാണാൻ കഴിയും അല്ലേ? റൂട്ട് ഹെയേഴ്സ് കാണാൻ കഴിയും. യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻസ് ഓഫ് എപ്പിഡെർമൽ സെൽ ഹാവ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് ഈ പറയുന്ന വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനത്തെ റൂട്ടിലുള്ള റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. സ്റ്റെമ്മിൽ നമുക്ക് സ്ട്രൈക്കോംസ് ഉണ്ട്. എപ്പിഡെർമൽ ഹെയേഴ്സ് ഓൺ സ്റ്റെം യൂഷ്വലി മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച് ഓർ അൺബ്രാഞ്ച്. അതായത് ഈ എപ്പിഡെർമിസിൻ്റെ ഇവിടെയായിട്ട് തന്നെ നമുക്കിതുപോലെ ട്രൈക്കോംസ് കാണാൻ കഴിയും. ഓക്കെ, ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ്റെ സമയത്ത് വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലത്തെ എപ്പിഡെർമസ് ടിഷ്യൂസ് ഉള്ളത്. കണ്ടാ? ഓക്കെ, ഇതാണ് നമ്മുടെ ട്രൈക്കോംസ്. അപ്പോൾ സ്റ്റെമ്മിൽ കാണുന്നത് ട്രൈക്കോം, റൂട്ടിൽ കാണുന്നത് എന്താണ്, റൂട്ട് ഹെയേഴ്സ് എന്നാണ് പറയുന്നത്. ഇനിയുള്ളതാണ് ഗ്രൗണ്ട് ടിഷ്യൂസ്. ഇതുവരെയും നമ്മൾ പറഞ്ഞത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ്. ഓൾ ദീസ് എക്സെപ്റ്റ് എപ്പിഡെർമസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ടിഷ്യൂ സച്ച് എസ് പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. അതായത് സിമ്പിൾ ടിഷ്യൂസ് ആയിട്ടുള്ള പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും ഒക്കെ വെച്ചിട്ടാണ് ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടാക്കാറുള്ളത്. ലീവ്സിലെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെ നമ്മൾ പ്രത്യേകം പറയും മീസോഫിൽ ടിഷ്യൂ അല്ലെങ്കിൽ മീസോഫിൽ സെൽസ് വെച്ചിട്ടാണ്, മീസോഫിൽ ടിഷ്യൂ വെച്ചിട്ടാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. പാരൻകൈമറ്റസ് സെൽ യൂഷ്വലി പ്രസന്റ് ഇൻ കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത് ആൻഡ് മെഡുലറി റേസ് ഇൻ പ്രൈമറി സ്റ്റെം ആൻഡ് റൂട്ട്. ഇതുപോലെ മെഡുലറി റേസിലൊക്കെ നമുക്ക് പാരൻകൈമ ടിഷ്യൂസ് ആണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് എന്താ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഇനി നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ കോർട്ടെക്സ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്, പിത്ത് ഉണ്ട്, മെഡുലറി റേസ് ഉണ്ട്. കോർട്ടെക്സിന് നമുക്ക് ചില സ്ഥലത്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാം. അതാണ് ഹൈപ്പോഡെർമിസ്, എൻഡോഡെർമിസ്, അതുപോലെ ജനറൽ കോർട്ടെക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിലൊക്കെ നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാം. ഇനി ഹൈപ്പോഡെർമിസ് ഇപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കോളൻകൈമേറ്റസ് ആണ്, മോണോക്കോട്ട് സ്റ്റെമ്മിൽ സ്ക്ലീറൻകൈമേറ്റസ് ആണ്. ജനറൽ കോർട്ടെക്സിൽ റൂട്ട് എടുക്കുന്ന സമയത്ത് പാരൻകൈമേറ്റസ് ആണ്, ഡൈക്കോട്ട് സ്റ്റെമ്മിലും പാരൻകൈമേറ്റസ് ആണ്, മോണോക്കോട്ട് സ്റ്റെമ്മിൽ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ കഴിയില്ല. എൻഡോഡെർമിസ് എടുക്കുമ്പോഴോ ഇന്നമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സിനെ നമ്മൾ എൻഡോഡെർമിസ് എന്ന് പറയുന്നു. റൂട്ടിൽ കംപ്രൈസ് എ സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്ഡ് സെൽ. ഇൻ ഡൈക്കോട്ട് സ്റ്റെമ്മിലോ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻ. സ്റ്റാർച്ച് ഗ്രെയിൻ റിച്ച് ആകുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും, സ്റ്റാർച്ച് ഷീറ്റ് എന്ന് പറയും. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒരു എൻഡോഡെർമിസിൻ്റെ പ്രത്യേകത അവിടെ നമുക്ക് സ്റ്റാർച്ച് ഷീറ്റ് കാണാം. സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് കാണുന്നതുകൊണ്ടാണ് എൻഡോഡെർമിസിൽ സ്റ്റാർച്ച് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെവിടെയാ, ഡൈക്കോട്ട് സ്റ്റെമ്മിലെ എൻഡോഡെർമിസിലാണ് സ്റ്റാർച്ച് ഷീറ്റ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ പെരിസൈക്കിൾ കാണാം. ഫ്യൂ ലെയർ ഓഫ് പാരൻകൈമേറ്റസ് സെൽ ലൈസ് നെക്സ്റ്റ് ടു എൻഡോഡെർമിസ്. പിത്ത് എന്ന് പറയുന്നത് സെൻട്രൽ പാരൻകൈമേറ്റസ് ടിഷ്യൂ ആണ്. മെഡുലറി റേസ് ഫ്യൂ ലെയർ ഓഫ് റേഡിയലി അറേഞ്ച്ഡ് പാരൻകൈമേറ്റസ് സെൽ ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽ. സ്റ്റീലാർ റീജിയൻ എന്ന് പറയുന്നത് ഏറ്റവും സെൻട്രലായിട്ട് നമ്മൾ കാണുന്നതാണ്. ഓൾ ടിഷ്യൂസ് ഓൺ ഇന്നർ സൈഡ് ഓഫ് എൻഡോഡെർമിസ് സച്ച് എസ് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ ആൻഡ് പിത്ത്. അപ്പോൾ സ്റ്റീലാർ റീജിയൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ എന്തൊക്കെ വരും, പെരിസൈക്കിൾ, അതിൻ്റെ ഉള്ളിലോട്ടുള്ള ഭാഗം. അപ്പോൾ പെരിസൈക്കിളും വാസ്കുലർ ബണ്ടിലും സെൻട്രലിലുള്ള പിത്തും, ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ സ്റ്റീലാർ റീജിയൻ എന്ന് പറയുന്നത്.
മനസ്സിലായോ? അപ്പം ഇത്രയാണ് എന്ത് പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റീസ് ആൻഡ് സ്റ്റീല റീജിയൻ. ഇത് രാലും പഠിച്ചു വെക്കണം, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഇനിയുള്ളതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഏറ്റവും സെൻട്രൽ ആയിട്ട് നമ്മൾ കാണുന്നതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ ഇതിൽ കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ആൻഡ് ഫ്ലോയം കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ആണ് കാണുക. റേഡിയൽ വാസ്കുലർ ബണ്ടിലുണ്ട്, അതുപോലെ തന്നെ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലും കാണാം. സൈലം ആൻഡ് ഫ്ലോയം വിത്തിൻ എ വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ഇൻ ആൾട്ടർനേറ്റീവ് മാനർ അലോങ് ദ റേഡിയ. ഇവിടെ കണ്ടില്ലേ, നമ്മളൊരു വാസ്കുലർ ടിഷ്യൂസ് എടുക്കുമ്പോൾ ഇവിടെ സൈലം ഒരു റേഡിയസിൽ, ഫ്ലോയം മറ്റൊരു റേഡിയസിൽ, സൈലം വേറെ റേഡിയസിൽ, ഫ്ലോയം മറ്റൊരു റേഡിയസിൽ, ഇങ്ങനെ ഓരോ റേഡിയസിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതിനെ നമ്മൾ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്നാണ് പറയുക. ഓക്കെ, റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്നാണ് പറയുക. അപ്പോൾ അതാണ് നമുക്ക് റൂട്ട്സിൽ കാണാൻ പറ്റുന്നത്, റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. ഇനി നമ്മൾ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ എന്ന് പറയും. സ്റ്റെമ്മിലാണ് നമ്മൾ പൊതുവെ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു വാസ്കുലർ ബണ്ടിലാണ് എങ്കിൽ ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം സൈലം ഫ്ലോയം. അപ്പം നിങ്ങൾ നോക്കി, ഒരൊറ്റ റേഡിയസിൽ തന്നെ നിങ്ങൾക്ക് സൈലത്തിനെയും ഫ്ലോയത്തിനെയും കാണാം. അപ്പോൾ സൈലം ഫ്ലോയം അഡ്ജസെന്റ് ആൻഡ് ദേ ആർ സീൻ അറ്റ് ദ സെയിം റേഡിയസ്, ദെൻ ഇറ്റ് ഇസ് കോൾഡ് എ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ. സ്റ്റെംസിലും ലീവ്സിലും നമുക്ക് കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലാണ് കാണുക. യൂഷ്വലി ഫ്ലോയം ആണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്സൈഡിൽ നിൽക്കുന്നത്, സൈലം ഉള്ളിലോട്ടാണ്. കൺജോയിന്റ് ക്ലോസ്ഡും കൺജോയിന്റ് ഓപ്പണും ഉണ്ട്. ക്യാമ്പിയം ഇല്ല എങ്കിൽ കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്, അതേസമയം ക്യാമ്പിയം ഉണ്ട് എങ്കിൽ കൺജോയിന്റ് ഓപ്പൺ ആണ്. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ് കാണുക. ഫോം സെക്കൻഡറി ടിഷ്യൂ, സെക്കൻഡറി ടിഷ്യൂ ഫോം ചെയ്യുന്ന ക്യാമ്പിയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ടിഷ്യൂ സിസ്റ്റംസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും അനാട്ടമിയാണ്. ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് സ്റ്റെമ്മ്, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്. ഇത് 6 പഠിച്ചാൽ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ഫീച്ചറിലും നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത്, അതാണ് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓരോ അനാട്ടമി, അതായത് അനാട്ടമി ഓഫ് റൂട്ട് ഉണ്ട്, അനാട്ടമി ഓഫ് സ്റ്റെം ഉണ്ട്, അനാട്ടമി ഓഫ് ലീഫ് ഉണ്ട്. അപ്പം ഇതിൽ പ്രത്യേകം നിങ്ങൾ പഠിക്കേണ്ടതും, ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത് ഏതിൻ്റെ ഫീച്ചറാണ്, അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ റൂട്ടിൽ ഔട്ടർ മോസ്റ്റ് ലെയറിന് എപ്പിബ്ലമ എന്നാണ് പറയുക, എപ്പിഡെർമിസ് എന്നല്ല. അപ്പോൾ യൂണിസെല്ലുലാർ റൂട്ട് ഹെയർ കാണാൻ പറ്റും. സെവർ ലെയർ ഓഫ് തിൻ വോൾഡ് പാരൻകേമ സെൽ കാണാം കോർട്ടെക്സിൽ. എൻഡോഡെർമിസ് ലെയർ ഓഫ് ബാരൽ ഷേപ്പ് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്, പ്രസൻസ് ഓഫ് കാസ്പേരിയൻ സ്ട്രിപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. എന്താ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് ചോദിച്ചില്ലേ, സുബറിൻ ഡിപ്പോസിഷൻ ഉള്ള എൻഡോഡെർമിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരുടെ പ്രത്യേകത, ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഫീച്ചറാണ്. അപ്പം നിങ്ങളോട് ചോദിക്കും, ഡൈക്കോട്ട് റൂട്ടിൻ്റെ എൻഡോഡെർമിസിൻ്റെ ഫീച്ചർ എന്താണ്, പ്രസൻസ് ഓഫ് സുബറിൻ ഡിപ്പോസിഷൻ, ദാറ്റ് മീൻസ് കാസ്പേരിയൻ സ്ട്രിപ്പ്. അല്ലെങ്കിൽ കാസ്പേരിയൻ സ്ട്രിപ്പ് ഉള്ള എൻഡോഡെർമിസ് കാണുന്നത് എവിടെയാണ്, അത് ഡൈക്കോട്ട് റൂട്ടാണെന്ന് എഴുതി വെക്കണം. പിന്നെയോ ഇംപെർമിബിൾ ടു വാക്സിൻ മെറ്റീരിയൽ, സുബറിൻ ഡിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ ഇംപെർമിബിൾ ആണ്. ഇനി പെരിസൈക്കിൾ, ഡൈക്കോട്ട് റൂട്ടിൻ്റെ പെരിസൈക്കിളിലേക്ക് വരുമ്പോൾ എൻഡോഡെർമിസിന് അടുത്തായിട്ട് തിക്ക് വോൾഡ് പാരൻകൈമറ്റ് സെല്ല് വെച്ചിട്ടാണുള്ളത്. ലാറ്ററൽ റൂട്ട് ആൻഡ് വാസ്കുലർ ക്യാമ്പിയൻ ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഇൻ ദിസ് സെൽ. പിത്ത് വളരെ സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്യസ് ആണ്. പാരൻകൈമറ്റ് സെൽ വിച്ച് ലൈ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. 2 or 4 സൈലം ഫ്ലോയം പാച്ചസ് കാണുക. സ്റ്റീൽ പെരിസൈക്കിൾ പ്ലസ് വാസ്കുലർ ബണ്ടിൽ പ്ലസ് പിത്ത്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡൈക്കോട്ട് റൂട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പോളിഗണൽ ആയിട്ടാണ് സൈലം ഫ്ലോയം കാണുക. ആൻഡ് ഇത് കണ്ടില്ലേ, റേഡിയൽ ആയിട്ട് സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, ഇങ്ങനെ റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ബണ്ടിൽസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, 2 to 4 ഫ്ലോയം ബണ്ടിൽ. ഇത്രയാണ് ഡൈക്കോട്ട് റൂട്ടിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ മോണോക്കോട്ട് റൂട്ടിലേക്ക് വരുന്ന സമയത്ത് വി ക്യാൻ സി അനാട്ടമി സിമിലർ ടു ഡൈക്കോട്ട് റൂട്ട്, ഏകദേശം സിമിലർ തന്നെയാണ്. പ്രത്യേകത എന്താ, ബണ്ടിൽസ് കാര്യങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടെ പോളിയാർക്കാണ്. നേരത്തെ നമ്മൾ 4 ബണ്ടിലാണ് കണ്ടതെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ബണ്ടിൽസ് കാണാൻ കഴിയും. ഇവിടെയും എന്താണ്, പോളിയാർക്കാണ്, എക്സാർക്ക് സൈലമാണ് ആൻഡ് റേഡിയൽ ബണ്ടിൽസ് ആണ്. ബട്ട് ബണ്ടിലിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഡൈക്കോട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പം. പിത്ത് കുറച്ചുകൂടെ ലാർജ് ആണ്, സെക്കൻഡറി ഗ്രോത്ത് ഇല്ല, സെക്കൻഡറി ഗ്രോത്ത് ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇത്രയും മോണോക്കോട്ട് റൂട്ടിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഡൈക്കോട്ട് മോണോക്കോട്ട് റൂട്ട് കമ്പാരിസൺ ഓർത്ത് വെക്കണം. ഇവിടെ കാസ്പേരിയൻ സ്ട്രിപ്പും ഇല്ല, സൈലം ബണ്ടിലിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പോൾ ഇവിടെ എപ്പിഡെർമിസ്, തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ ഉണ്ട്, ട്രൈക്കോംസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്. ഇത് ഇവരുടെ പ്രത്യേകത.
ഈ ഒരു ഗ്രൗണ്ട് പ്ലാൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതുപോലത്തെ ബ്രോക്കൺ റിംഗ് ലെയർ കണ്ടു കഴിഞ്ഞാൽ ഓർത്തോളുക അത് ഡൈക്കോട്ട് സ്റ്റെമ്മാണ്. ഇനി അടുത്തത് സെൽ അറേഞ്ച്ഡ് ഇൻ മൾട്ടിപ്പിൾ ലെയർ. കണ്ടോ, കോർട്ടെക്സ് വളരെ ഡിഫറൻഷിയേറ്റഡ് ആണ്. ഹൈപ്പോഡെർമിസ് കോളൻകൈമേറ്റസ് ആണ്, മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നു. കോർട്ടിക്കൽ ലെയർ പാരൻകൈമേറ്റസ് ആണ്. എൻഡോഡെർമിസ് റിച്ച് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ട്. അപ്പം സ്റ്റാർച്ച് ഷീത്ത് കാണുന്ന എൻഡോഡെർമിസ് ഉള്ളത് ആർക്കാ? ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗം. ഇനി പെരിസൈക്കിൾ ഇന്നർ സൈഡ് ഓഫ് എൻഡോഡെർമിസ് സെമി ലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലീറൻ കൈമ നമുക്ക് കാണാം. പെരിസൈക്കിളിൽ സെമി ലൂണാർ പാച്ചസ് ആയിട്ടുള്ള സ്ക്ലീറൻ കൈമ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മെഡുലറി റേസ് റേഡിയലി പ്ലേസ്ഡ് പാരൻകൈമേറ്റസ് സെൽ ഇൻ ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിൽ അറേഞ്ച്ഡ് ഇൻ എ റിംഗ് കൺജോയിന്റ് ഓപ്പൺ ആൻഡ് എൻടാർക്ക് പ്രോട്ടോസൈല. വാസ്കുലർ ബണ്ടിലിൻ്റെ പ്രത്യേകത എന്താ? കൺജോയിന്റ് ആണ്, ഓപ്പൺ ആണ്, എൻടാർക്ക് സൈലമാണ്. എൻടാർക്ക് എന്ന് പറയാൻ കാര്യം ഈ ചെറിയ ചെറിയ സൈലം അകത്തും വലിയ വലിയ സൈലം പുറത്തും, അതായത് പ്രോട്ടോസൈലം ടുവേർഡ്സ് ഇൻസൈഡ്. ഇപ്പോൾ ഒരു സൈലത്തിൻ്റെ ചെറിയ ബണ്ടിൽ അകത്തേക്കും വലിയ സൈലം പുറത്തേക്കുമാണ് എങ്കിൽ ഇതിനെ നമ്മൾ എൻടാർക്ക് സൈലം എന്ന് പറയും. എൻടാർക്ക് സൈലം. അതേസമയം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഡൈക്കോട്ട് റൂട്ടിൻ്റെ കണ്ടോ, ഇവിടെ നോക്ക്, വലിയ സൈലം അകത്തും ചെറിയ സൈലം പുറത്തും. ഇതിനെ നമ്മൾ പറയുന്നതാണ് എക്സാർക്ക് സൈലം. അപ്പോൾ റൂട്ടിൽ നമുക്ക് എക്സാർക്ക് കണ്ടീഷനും സ്റ്റെമ്മിൽ നമുക്ക് എൻടാർക്ക് കണ്ടീഷനുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾ ഓർത്ത് വെക്കണം. എൻടാർക്കാണ് പ്രോട്ടോസൈലം അകത്തേക്കാണ് വരുന്നത്, കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. പിത്ത് പാരൻകൈമേറ്റസ് സെൽ സ്പേസസും സെൻട്രൽ പോർഷനും ഉണ്ട്. ഇനി മോണോക്കോട്ടിലേക്ക് വരുന്ന സമയത്തോ, മോണോക്കോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പം ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമേറ്റസ് മാത്രമാണ്. വേറെ ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല. പാരൻകൈമ കോളൻകൈമ എന്ന് പറയുന്ന ഡിഫറൻഷിയേഷൻ ഇല്ല. കുറേ നമ്പർ വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് കാണാം അല്ലേ. അതുപോലെ തന്നെയോ ലാർജ് നമ്പർ സ്കാറ്റേർഡ് ആണ്. സ്ക്ലീറൻ കൈമേറ്റസ് ബണ്ടിൽ ഷീറ്റ് ഉണ്ട്, കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ് ആണ്. പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് എന്ത് ചെയ്യാം, സ്മോളർ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇതെന്താണ്, ഇതൊരു എക്സാർ കണ്ടീഷനാണ് കാണിക്കുന്നത്. അപ്പം എക്സാർ കണ്ടീഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതാണ് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ലീഫിലേക്കാണ്. നമ്മൾ ഡൈക്കോട്ട് ലീഫിലേക്ക് വരികയാണ്. എപ്പിഡെർമിസ് മീസോഫിൽ വാസ്കുലർ സ്റ്റെം ഉണ്ട്. എപ്പിഡെർമിസ് എന്ന് പറയുമ്പം അഡാക്സിൽ അബാക്സിൽ, ലീഫിന് മേൽഭാഗം പുറം ഭാഗമുണ്ട്. അപ്പോൾ അഡാക്സിൽ എന്ന് പറയുമ്പോൾ അപ്പർ സർഫസ് കോൺസ്പിക്യൂസ് ക്യൂട്ടിക്കൽ ഉണ്ട്, ലെസ് ടൊമാറ്റോ ആണ് ആബ്സെൻ്റ് ആയിട്ട് കാണാം. അബാക്സിൽ എപ്പിഡെർമിസിലോ ലോവർ സർഫസ് ആണ്, കുറേ കോൺസ്പിക്യൂസ് ആയിട്ട് ക്യൂട്ടിക്കൽ കാണാം, കുറേ സ്റ്റൊമാറ്റയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവരുടെ മീസോഫിലാണ് ഇവരുടെ കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ടിഷ്യൂ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് മെയ്ഡ് ഓഫ് തിൻ വോൾഡ് പാരൻകൈമ വിത്ത് ക്ലോറോപ്ലാസ്റ്റ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് കഴിവുള്ള മീസോഫിൽ ടിഷ്യൂസ് ആണ് ഇവിടെയുള്ളത്. 2 ടൈപ്പാണുള്ളത്, പാലിസൈഡ് പാരൻകൈമയും സ്പോഞ്ചി പാരൻകൈമയും. Adaxially placed elongated cell arranged vertically and parallel to each other, situated below palisade cell, round or oval and loosely arranged. അപ്പോൾ പാലിസൈഡ് പാരൻകൈമയും സ്പോഞ്ചി പാരൻകൈമയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടിൻ്റെ പ്രത്യേകത. പാലിസൈഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ പാരൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പാരൻകൈമയാണ്, ഇലോങ്ങേറ്റഡ് സെല്ലാണ്, പാരൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. സ്പോഞ്ച് എന്ന് പറയുമ്പോൾ ഇതുപോലെ റൗണ്ട് ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുമ്പോഴോ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്, വെയിൻസ് ആൻഡ് മിഡ്രിബിലാണ് കാണുക. ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് വെയിൻസ് ആണ് വാസ്കുലർ ബണ്ടിലിൻ്റെ സൈസ് വരിക. സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് തിക്ക് വോൾഡ് ബണ്ടിൽ ഷീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഡൈക്കോട്ട് ലീഫിന് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അഡാക്സൽ സർഫസ്, അബാക്സൽ സർഫസ്, പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ, ഇതാണ് നമ്മുടെ ബണ്ടിൽ ഷീറ്റ് കാണാം. വാസ്കുലർ ബണ്ടിൽ കാണാം. വെയിൻസ് എവിടെയാണ്, അപ്പോൾ റെട്ടിക്കുലേറ്റ് ആയിട്ടാണ്, ഒരു നെറ്റ്വർക്ക് പോലെ ആയിട്ടാണ് വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് അവിടെ വെയിൻസിലൂടെ കാണാൻ പറ്റുന്നത്. ഐസോ ബൈലാട്രൽ ലീഫ് മോണോക്കോട്ട് ലീഫിലേക്ക് വരുമ്പോഴോ എപ്പിഡെർമിസ് മീസോഫിൽ വാസ്കുലർ സിസ്റ്റം. ഇത്രയേ ഉള്ളൂ. എപ്പിഡെർമിസിൽ നമുക്ക് ഒരു പ്രത്യേകത ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ്, എന്താണ് ബുള്ളിഫോം സെൽ, പ്രസൻസ് ഓഫ് ലാർജ് എംപ്റ്റി കളർലെസ് സെൽ ഓൺ ദി അഡാക്സൽ സർഫസ്. ഇതിനെയാണ് ബുള്ളിഫോം സെൽ എന്ന് പറയുന്നത്. വാട്ടർ സ്ട്രെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ്. ബുള്ളിഫോം സെൽ ടർജിഡ് ആവുന്നു, ലീവ് സർഫസ് ഇസ് എക്സ്പോസ് ഫ്ലാസിഡ്, ലീവ്സ് കേൾ ഇൻവേർഡ്.
അപ്പോൾ ഫ്ലാസിഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ലീഫ് കേൾ ചെയ്ത് അകത്തോട്ട് പോകും. സർജ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ലീഫ് എക്സ്പോസ്ഡ് ആവും. ഇതിന് വേണ്ടിയിട്ടാണ് ബുള്ളിഫോം സെല്ലുള്ളത്. ആൻഡ് മീസോഫിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. വാസ്കുലർ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു, മെയിൻ വെയിൻസിലായിട്ടാണ് കാണാം, കാരണം പാരലൽ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇതാ മേലെയും താഴെയുമായിട്ട് നമുക്ക് സ്റ്റൊമാറ്റ കാണാം. മീസോഫിൽ സെല്ല് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതുപോലെ പാരലൽ ആയതുകൊണ്ട് നേരെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വാസ്കുലർ ബണ്ടിൽസ് കാണാനായിട്ട് സാധിക്കും, പാരലൽ വീനേഷൻ ആയതുകൊണ്ട്. അപ്പം ഇത്രയാണ് ലീഫിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയും അനാട്ടമിയിൽ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനാട്ടമി കേട്ടോ. കാരണം അനാട്ടമിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡൈക്കോട്ട് വെച്ചിട്ടോ ഡൈക്കോട്ട് സ്റ്റെമ്മ് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഡൈക്കോട്ട് റൂട്ട് അല്ലെങ്കിൽ പൊതുവെ ലീഫ്, ഇത്രയും ഭാഗത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ അനാട്ടമിയിൽ നിന്നുണ്ടോ? അനാട്ടമിയിൽ നിന്ന് വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് പോവാണ്. റെഡി? സെറ്റാണോ എല്ലാവർക്കും? യെസ്. നാളെ വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് ഡയറി മിൽക്ക് കിട്ടുമെന്നൊക്കെ അന്വേഷിച്ച് നിൽക്കുന്നുണ്ട് കുറേ പേര്. എന്താ പരിപാടി വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട്? എന്തൊക്കെയോ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ നാളെ ഇരിക്കാന്ന് തോന്നുന്നു കുറേ പേര്. എന്തൊക്കെയോ കൊടുക്കണമെന്ന് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന കുറേ പേരുണ്ട് അല്ലേ? മനസ്സിലായി. അതിൻ്റെ ഇടയിൽ പഠിക്കുന്ന കാര്യം മറന്നുപോയല്ലേ, കൊടുക്കലും വാങ്ങലൊക്കെ നടത്തിക്കോളൂ, നോ പ്രോബ്ലം. കഞ്ഞിയോ? എൻ്റെ ദൈവമേ. യെസ്. അപ്പോൾ നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് കടക്കാൻ പോവാണ്. അനാട്ടമി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ മോർഫോളജി കുറച്ചുകൂടെ ഈസിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത്, അതുകൊണ്ട് നോ പ്രോബ്ലം. സോ മോർഫോളജിയിൽ നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചറാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൂട്ടിൻ്റെ മോർഫോളജി പഠിക്കാനുണ്ട്. റൂട്ടിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം 3 ടൈപ്പ് റൂട്ടുണ്ട്: ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്റ്റ് റാഡിക്കളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബ്രാഞ്ച് ചെയ്ത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഈ രീതിയിൽ പോകുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട്സ് എന്ന് പറയുമ്പം ആദ്യം റാഡിക്കൽ ഉണ്ടാവും, ബട്ട് ഷോർട്ട് ലിവ്ഡ് ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു, ബേസ് ഓഫ് സ്റ്റെമ്മിൽ നിന്നും എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള റൂട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ് പ്ലാന്റ് ആണ്. അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ റാഡിക്കൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ഗ്രാസ്, ബനിയൻ ട്രീ, മോൺസ്ട്രേറ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ആണ് കാണുന്നത്. ഫോംഡ് അതർ ദാൻ റാഡിക്കൽ അല്ലാതെ എവിടെ നിന്നുണ്ടെങ്കിലും കേട്ടോ. ഇതാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. സോ റൂട്ട് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം: വാട്ടർ അബ്സോർപ്ഷൻ, ആങ്കറേജ് കൊടുക്കുക, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഫോം ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ എക്സാമിന് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഡയഗ്രം മസ്റ്റായിട്ട് പഠിക്കണം. നമുക്ക് 3 സ്പെസിഫിക് റീജിയൻസ് ഉണ്ട്: റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഈ 3 ഭാഗവും പഠിക്കണം. താഴെ ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ ഒരു റൂട്ട് ഹെയർസ്, ഒന്നല്ല കുറേ റൂട്ട് ഹെയർ. ആൻഡ് ഇതിൻ്റെ ഫംഗ്ഷൻ, റൂട്ട് ക്യാപ്പ് എന്താണ്, തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ കവർ ദ അപ്പെക്സ് ഓഫ് റൂട്ട്, റൂട്ടിൻ്റെ അപ്പെക്സിനെ കവർ ചെയ്യുന്നതാണ്. ഫംഗ്ഷൻ, പ്രൊട്ടക്ട് ദ ടെൻഡർ അപ്പെക്സ് ഓഫ് റൂട്ട് മേക്സ് വേ ത്രൂ ദ സോയിലാണ്. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കാം, ഫ്യൂ മില്ലിമീറ്റേഴ്സ് എബവ് ദ റൂട്ട് ക്യാപ്പ്, വെരി സ്മോൾ തിൻ വോൾ ഡെൻസ് സൈറ്റോപ്ലാസം ഡിവൈഡ് റിപ്പീറ്റഡ്ലി. ഇവിടെ സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, ഇതൊക്കെ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞാണ്. സെൽ പ്രോക്സിമൽ ടു റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. റാപ്പിഡ് ഇലോങ്ങേഷൻ നടക്കുന്നു, എൻലാർജ്മെന്റ് നടക്കുന്നു. ഗ്രോത്ത് ഓഫ് ദ റൂട്ട് ഇൻ ദ ലെങ്ത്, സെൽ ഓഫ് ഇലോങ്ങേഷൻസ് ഓൺ ഗ്രാജുവലി ഡിഫറൻഷിയേറ്റ്. ഇവർ പിന്നെ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുവറായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ, പ്രോക്സിമൽ ടു റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇവിടെയുള്ള സെൽ എന്താ ചെയ്യുന്നത്, പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ട്രക്ചറും ഒരു ഫംഗ്ഷനും ഏറ്റെടുത്ത് ഇവർ കണ്ടിന്യൂസ് മെച്ചുവർ ആയി കഴിഞ്ഞു. ആൻഡ് ഇവർക്ക് റൂട്ട് ഹെയർ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഏരിയയിൽ റൂട്ട് ഹെയർ എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ടറും മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാനും സർഫസ് ഏരിയ കൂട്ടി അബ്സോർപ്ഷൻ കൂട്ടാനുമാണ്. ഇത്രയുമാണ് റൂട്ടിൽ പഠിക്കാനുള്ളത്. സ്റ്റെമ്മിൽ നിങ്ങൾ പഠിക്കേണ്ടത്, സ്റ്റെമ്മിൽ ഇന്റർനോഡ് ആൻഡ് നോഡൽ ഇലോങ്ങേഷൻസ് ഉണ്ട്. സ്റ്റെമ്മിൽ ഇലോങ്ങേഷൻസ്
ഓക്കെ, സ്റ്റെമ്മിൽ നമുക്ക് എന്തുണ്ട്, നോഡൽ ആൻഡ് ഇൻ്റർനോഡൽ സെപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റെമ്മിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് നോഡാണെങ്കിൽ ഈ ഭാഗമാണെന്ത്, ഇന്റർനോഡ് എന്ന് പറയുന്നത്. നോഡൽ ആൻഡ് ഇന്റർനോഡൽ സെപ്പറേഷൻസ് ഉണ്ട്. ആൻഡ് സ്റ്റെമ്മിലാണ് ബ്രാഞ്ചസ്, ബഡ്സ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. സ്റ്റെം ഈസ് ഗ്രീൻ വെൻ യങ് ആൻഡ് ലേറ്റർ ഓഫൻ ബിക്കം വുഡി. അല്ലേ, ആദ്യം ചെറിയ യങ് സ്റ്റെമ്മാണ് നമ്മൾ കാണുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും, യെസ്, കുറച്ച് വുഡി ആയിട്ടുള്ള, കുറച്ച് മെച്യൂർ ആയിട്ടുള്ള, ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് നമ്മൾ കാണുന്നത് ഒരു മെച്യൂർഡ് ഏജ് ആയി കഴിയുമ്പോൾ. ഇനി സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ എന്താ, ബ്രാഞ്ചസിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാം, ലീവ്സിനെ ബെയർ ചെയ്യുക, അതുപോലെ ഫുഡ് സ്റ്റോറേജിന് റോളുണ്ട്, വാട്ടർ മിനറൽസ് ട്രാൻസ്പോർട്ടേഷൻ റോളുണ്ട്. ചെറിയ യങ് സ്റ്റെം, ഗ്രീൻ കളറുള്ള സ്റ്റെം ആകുമ്പോൾ എന്താ പ്രത്യേകത, ഫോട്ടോസിന്തസിസിനും ഒരു റോളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും റൂട്ടും സ്റ്റെമ്മും പഠിക്കുക. പിന്നെ നമ്മൾ ലീഫിലേക്ക് പോവാണ്. ലാറ്ററൽ ആയിട്ട് ഇതുപോലെ ഫ്ലാറ്റൻഡ് ആയിട്ട് കിടക്കുന്ന ആളാണ് നമ്മുടെ ലീഫ്. ജനറലി ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ബോൺ ഓൺ ദ സ്റ്റെം, ഡെവലപ്പ് അറ്റ് ദ നോട്ട്, ബെയർ buds. Axillary bud later develop into branch. Leaves originate from shoot apical meristem and rearrange in an acropetal order. It is most important vegetative organ of photosynthesis. അല്ലേ, ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ നമുക്ക് ഈ കക്ഷി തന്നെ വേണം. വളരെ ഫ്ലാറ്റായിട്ട് എന്താണ്, കാറ്റൊക്കെ വരുമ്പോൾ ഫ്ലട്ടർ ചെയ്ത് നിൽക്കുന്ന ആളാണ് നമ്മുടെ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഓർത്ത് വെക്കണം. ഇതാണ് ആക്സിലറി ബഡ്, സ്റ്റിപ്യൂൾ, ലീഫ് ബേസ്, ഇവിടെ പീറ്റ്യൂൾ കാണാം, പീറ്റ്യൂളിലാണ് നമ്മുടെ ലീഫ് ലാമിന ഉള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം ഇതിൻ്റെ സ്ട്രക്ചർ. ലീഫ് ബേസ് എന്ന് പറയുന്നിടത്ത് സ്റ്റിപ്യൂൾസ് ഉണ്ടാകും. മോണോകോട്ട് ലീഫ് ബേസ് ഷീത്തായിട്ട്, ഇപ്പം നമ്മൾ വീറ്റിൻ്റെയും പാഡിൻ്റെയും ഒക്കെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ലീഫ് ബേസ് ഷീത്തായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. സം ലെഗുമിനസ് പ്ലാന്റ്സ് ലീഫ് ബേസ് ഈസ് മോഡിഫൈഡ് ഇൻ സ്വൊള്ളൻ പൾവനസ് സ്ട്രക്ചർ. അപ്പം പൾവനസ് ആയിട്ട് ഇതുപോലെ സ്വൊള്ളൻ ചെയ്തിട്ട് നമുക്ക് ലീഫ് ബേസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് മൈമോസ, ടച്ച് മീ നോട്ട് പ്ലാന്റിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് ലീഫ് പീറ്റിയോൾ ആണ്. ഇഫ് പ്രസന്റ് പീറ്റിയോളേറ്റഡ് ലീഫ്, പീറ്റിയോൾ ഉണ്ട് എങ്കിൽ പീറ്റിയോളേറ്റഡ് ലീഫ്, ഇല്ലെങ്കിൽ നമ്മൾ സെസായി ലീഫ് എന്ന് പറയും. ലീഫ് ബ്ലേഡിനെ ഹോൾഡ് ചെയ്യുന്നു. തിങ് ഫ്ലെക്സിബിൾ പീറ്റിയോൾ അലൗ ലീഫ് ബ്ലേഡ്സ് ടു ഫ്ലട്ടർ ഇൻ വെയിൻ. ആ ഇല ഇങ്ങനെ കാറ്റിൽ ആടാൻ സാധിക്കുന്നത് പീറ്റിയോളാണ്. ലാമിന എന്ന് പറയുന്നത് എന്താണ്, ഫ്ലാറ്റ് ആൻഡ് സ്ട്രക്ചർ ആണ്. അവരാണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. പിന്നെയോ veins provide rigidity to leaf blade, act as channels of transport of water, minerals and food material. Shape, margin, apex surface and extent of incision of lamina varies in different leaves. അപ്പം ഷേപ്പ്, അതിൻ്റെ മാർജിൻ, അപ്പെക്സ്, സർഫസ്, ഇൻസിഷൻ ഓഫ് ലാമിന ഒക്കെ ഓരോ ലീഫിനനുസരിച്ചും വ്യത്യാസമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമുക്ക് ടെർമിനോളജീസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വീനേഷൻ, നമുക്കൊരു അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിലൻസ് ഓഫ് ലീഫ് ലാമിനേനെയാണ് നമ്മൾ വീനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 വീനേഷൻ ഉണ്ട്, റെട്ടിക്കുലേറ്റ്, പാരലലും. അയ്യോ എൻ്റെ മക്കളെ, ഫസ്റ്റ് പാർട്ട് കട്ടായിക്കോട്ടെ, ഡോൺ വറി, നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ അപ്പ് ചെയ്ത് തരും, ഡോൺ വറി കേട്ടോ. എടുത്ത ക്ലാസ്സൊക്കെ അത് നമ്മൾ അപ്പ് ചെയ്ത് തരും. ഇനി നിങ്ങൾ വിഷമിക്കരുതേ. ഓക്കെ, ഇനി റെട്ടിക്കുലേറ്റ് ആൻഡ് പാരലൽ വീനേഷൻ ആണ്. റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണ്, ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് നെറ്റ്വർക്ക് പോലെ പോകുന്നതാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. പാരലൽ എന്ന് പറയുന്ന സമയത്തോ ഇതുപോലെ പാരലലായിട്ടാണ് ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്, പാരലൽ വീനേഷൻ. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക, പാരലൽ വീനേഷൻ. അപ്പം ഡൈക്കോട്ടിൻ്റെ പ്രത്യേകതയാണ് റെട്ടിക്കുലേറ്റ്, മോണോക്കോട്ടിൻ്റെ പ്രത്യേകതയാണ് പാരലൽ വീനേഷൻ. ലീവ്സിനും പല ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിൾ ലീഫ്, കോമ്പൗണ്ട് ലീഫ്. ഈ സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസിഷൻസ് കറക്റ്റായിട്ട് എത്തുന്നത്. അതായത് ഇതിപ്പോൾ ലീഫാണെങ്കിൽ ഇതൊരു സിമ്പിൾ ലീഫാണ്. അപ്പോൾ ഒരു ചെടിയിൽ ഇതുപോലൊരു ലീഫ്, ഇതുപോലൊരു ലീഫ്, ഇതൊക്കെ സിമ്പിൾ ലീഫാണ്. എന്നാൽ ഇതേ സമയത്ത് ഈ ഓരോ ലീഫിനെ ചെറിയ ചെറിയ ലീഫ്ലെറ്റ്സുകളായിട്ട് മാറുമ്പോൾ അപ്പം നമ്മളതിനെ എന്ത് പറയും, കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. ഇങ്ങനെ ഒരു ലീഫ് ഇരിക്കേണ്ട സ്ഥലത്ത് കുറേ ലീഫ്ലെറ്റ്സ് ഉള്ളതിനെ നമ്മൾ പറയുന്നതാണ് കോമ്പൗണ്ട് ലീഫ്. കണ്ടോ, ഇതാണ് കോമ്പൗണ്ട് ലീഫ്. സോ ദിസ് ഈസ് സിമ്പിൾ ആൻഡ് ദിസ് ഈസ് കോമ്പൗണ്ട് ലീഫ്. ഇങ്ങനെയാണ് നമ്മൾ 2 ലീഫിനെ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ പിന്നേറ്റ്ലി, ഈ കോമ്പൗണ്ട് ലീഫിൽ തന്നെ 2 രീതിയുണ്ട്. ഇപ്പം ഞാൻ പഠിച്ചത് പിന്നേറ്റ്ലി കോമ്പൗണ്ടാണ്, പിന്നേറ്റ്ലി കോമ്പൗണ്ടാണ്.
അതേസമയം 1 2 3 4 കണ്ടില്ലേ, ഒരൊറ്റ ആക്സിസിൽ തന്നെ 5 എണ്ണം ഉള്ളത്. ഇതിനെ നമ്മൾ പറയുന്നത് പാമേറ്റ്ലി കോമ്പൗണ്ട് എന്നാണ്. പാമേറ്റ് ലീഫ്. അപ്പം കോമ്പൗണ്ട് ലീഫിലും 2 തരത്തിൽ നമുക്ക് പറയാം. പിന്നേർലി കോമ്പൗണ്ട്, ഇപ്പം നീമിൽ കാണുന്നതൊക്കെ പിന്നേർലി കോമ്പൗണ്ട് ആണ്. സിൽക്ക് കോട്ടണിലൊക്കെ കാണുന്നത് പാമേറ്റ്ലി കോമ്പൗണ്ട് ആണ്. ഇത്രയാണ് വീനേഷനും ലീഫിൻ്റെ ടൈപ്പ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ അടുത്ത ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളാം. പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ലീഫ് ഓൺ സ്റ്റെം 3 ടൈപ്പാണ് നമ്മൾ പഠിക്കുക. ഓരോന്നും ഓൾട്ടർനേറ്റ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി, രണ്ടും കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് ഫിലോടാക്സി, ഇനി ഒറ്റതിൽ തന്നെ വേൾഡ് ആണെങ്കിൽ വേൾഡ് ഫിലോടാക്സി. ഇതിലൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. ആൽസ്റ്റോണിയ വേൾഡ്, ഓപ്പോസിറ്റ് ഗവ, ആൾട്ടർനേറ്റ് ചൈന റോസ്. കണ്ടല്ലോ, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി ഇൻഫ്ലോറസൻസിലേക്ക് വരുമ്പോഴോ, flower is a modified shoot wherein the shoot apical meristem changes to floral meristem. Internode do not elongate and the axis get condensed. The apex produce different kind of floral appendages laterally at successive nodes instead of leaf. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പൂവ് ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ പൂങ്കുലയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ബ്ലഡ് ഓൺ ദി ഫ്ലോറൽ ആക്സസ് ഇസ് നോൺ എസ് ഇൻഫ്ലോറസൻസ്. ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറൽ ആക്സസിലെ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലോറസൻസ്. അതും നമ്മൾ 2 എണ്ണമായിട്ടാണ് പഠിക്കുക, റെസിമോസ് ആൻഡ് സൈമോസ്. സൈമോസ് എന്ന് പറയുന്നത് അല്ലേ, സൈമോസ് എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻ ആക്സസ് ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ. കണ്ടോ, മെയിൻ ആക്സസിൽ ഫ്ലവർ ഉണ്ടാവുന്നു, ലാറ്ററൽ ആയിട്ടാണ് ബഡ്സ് ഉണ്ടാവുന്നത്. സോ ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും. ഫ്ലവേഴ്സ് ബോൺ ഇൻ എ ബേസി പീറ്റൽ ഓർഡർ. അതായത് ഇങ്ങനെ പോകുന്നതിന് പകരം ഫ്ലവർ ഉണ്ടാവുന്നത് ബേസി പീറ്റലായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ ജാസ്മിൻ ആണ്. ഇനി റെസിമോസിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ആക്രോപീറ്റലാണ്. ടിപ്പിൽ ഫ്ലവർ ഉണ്ടാകും, മെയിൻ ആക്സസ് കണ്ടിന്യൂസ് ടു ഗ്രോ. സോ ഇറ്റ് ഇസ് ദി റെസിമോസ് ഇൻഫ്ലോറസൻസ്. കാഷ്യ ആണ് റെസിമോസിൻ്റെ എക്സാമ്പിൾ. സൈമോസിൽ നിങ്ങൾ ജാസ്മിൻ പഠിച്ചു വെക്കുക. സോ എക്സാമ്പിൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, മോർഫോളജിയിൽ എപ്പോഴും എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. സോ നമ്മളിപ്പം വീനേഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് ലീഫ് പറഞ്ഞു, ഫിലോടാക്സി പറഞ്ഞു, 4 ഇൻഫ്ലോറസൻസ് പറഞ്ഞു. ഇത്രയും ഓർത്ത് വെക്കണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, ഫ്ലവറിനെ കുറിച്ചാണ്. ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, മോഡിഫൈഡ് ഷൂട്ടാണ്, കണ്ടൻസ് സ്ട്രക്ചർ. ശരിക്കും ഷൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ കാരണം ഇന്റർനോഡും ഒക്കെ കൂടെ കണ്ടൻസ് ചെയ്തിട്ടാണ് ഫ്ലവറായി മാറുന്നത്. 4 വേൾഡ്സ് ആണ് ടിപ്പിക്കലായിട്ട് ഫ്ലവറിലുള്ളത്, നോൺ എസെൻഷ്യൽ ആൻഡ് എസെൻഷ്യൽ വേൾഡ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അപ്പം ഇതിൽ സ്റ്റേമൻ എന്ന് പറയുന്നതാണ് മെയിൽ പാർട്ട്. അതിനിതാ ഒരു ആന്തറും ഫിലമെൻറ്റും. ഇതാണ് ഇതിൻ്റെ ആന്തർ, ഇതാണ് ഇതിൻ്റെ ഫിലമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി പറയുമ്പോൾ ഇതതിൻ്റെ സ്റ്റിഗ്മ, ഇതതിൻ്റെ സ്റ്റൈൽ, ഇതതിൻ്റെ ഓവർ. ഇതിൻ്റെ ഫീമെയിൽ പാർട്ടാണ്. നമ്മൾ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നൊക്കെയാണ് സിംഗിൾ യൂണിറ്റിനെ പറയാം. അപ്പം ഫ്ലവേഴ്സിൽ ഒരു ഫ്ലവറിൽ ബോത്ത് സെക്സ് ഓർഗൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഫ്ലവറിൽ കണ്ട പോലെ ബോത്ത് ആന്തറും ഫിലമെൻ്റ് ഉള്ള സ്റ്റേമനും ഉണ്ട്, പിസ്റ്റലും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബൈസെക്ഷൽ ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ നമുക്ക് പറയാം ഓൺലി 1 സെക്സ് ഓർഗൻ ഈസ് പ്രസൻറ്റ്, ദാറ്റ് ഈസ് യൂണിസെക്ഷൽ ഫ്ലവർ. അപ്പം ബൈസെക്ഷൽ ഫ്ലവറും യൂണിസെക്ഷൽ ഫ്ലവറും വ്യത്യാസം ഇതാണ്. ഇനി ഒരു ഫ്ലവറിൻ്റെ സിമ്മട്രി, അതിൻ്റെ ഓർഗനൈസേഷൻസാണ് പറയുന്നത്. ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് ആൻഡ് അസിമെട്രിക്. ഇവിടെ ഒരു ഫ്ലവറിനെ ഡിവൈഡ് ഇൻറ്റു 2 ഈക്വൽ റേഡിയൽ ഹാർസ് ബൈ എനി റേഡിയൽ പ്ലെയിൻ. ഞാനിപ്പോൾ 1 2 3 4 1 2 3 4 ഈ ഫ്ലവറിന് ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും നമുക്ക് ഈക്വൽ പ്ലെയിൻസ് കിട്ടും അല്ലേ. ആ ഈക്വൽ പ്ലെയിൻ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിന് റേഡിയൽ ഫ്ലവർ അല്ലെങ്കിൽ റേഡിയൽ സിമ്മട്രി ഒരു ആക്ടിനോമോർഫിക് ഫ്ലവർ ആണെന്ന് പറയുന്നത്. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആൻഡ് ബ്രാസിക്കേസിയ, സോളനേസിയയിലൊക്കെ റേഡിയൽ സിമെട്രിയാണ്. ബൈലാട്രൽ സിമെട്രി എന്ന് പറഞ്ഞാലോ സൈഗോമോർഫിക്, നമ്മൾ പെർസെൻറ്റേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒറ്റ പ്ലെയിനിലുള്ള വരയോ ആയിട്ടാണ് പറയാറുള്ളത്. ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ആർ ഫ്രം ഓൺലി 1 പ്ലെയിൻ. അതായത് ഈ ഫ്ലവറിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്രം കട്ട് ചെയ്താലേ കിട്ടുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് കിട്ടില്ല, ഇങ്ങനെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് കിട്ടില്ല. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ പ്ലെയിനിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, ബൈലാട്രൽ സിമെട്രി അല്ലെങ്കിൽ സൈഗോമോർഫിക്. പീ പ്ലാന്റ്, ബീൻ, കാഷ്യ, ഗുൽമോഹർ ഒക്കെ ബൈലാട്രൽ സിമെട്രിൻ്റെ എക്സാമ്പിളാണ്. ഇനി അസിമെട്രിക് ഉണ്ട്.
ഇതിന് പ്രത്യേകിച്ച് സിമ്മട്രി ഒന്നുമില്ല. കനോട്ട് ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ് ബൈ എനി വെർട്ടിക്കൽ പ്ലെയിൻ. ഇതിനെ നമുക്ക് എങ്ങനെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അതാണ് കനാബോൾസം. കനയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ ഓരോ ഫ്ലവറിലും നമുക്ക് പലതരത്തിലുള്ള ഫ്ലോറൽ അപ്പൻഡേജസ് കാണാം. ട്രൈമറസ് 3 പെറ്റലും 3 സെപ്പലുള്ളത്, ടെട്രാമറസ് 4ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത്, 5ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളതിന് പെൻറ്റാമറസ്, അങ്ങനെ ഡിഫറെൻറ്റ് കാണാൻ കഴിയും. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത്, ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഹൈപ്പോഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ഫ്ലവർ ആൻഡ് എപ്പിഗൈനസ് ഫ്ലവർ, ഇങ്ങനെ 3 ടൈപ്പ് ഫ്ലവർ പഠിക്കാനുണ്ട് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഓവറി. ഓവറിയുടെ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ടൈപ്പ് പഠിക്കുന്നത്. അപ്പം ഞാൻ പണ്ട് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, അതന്നെ ഞാൻ പറയാമെന്ന് ആലോചിക്കുന്നു. നമ്മുടെ ബാഹുബലി, അമരേന്ദ്ര ബാഹുബലിയും ശിവഗാമി ദേവിയും. അപ്പം രാജ്യം ഭരിക്കുന്നത് ശിവഗാമി ദേവിയാണ്, ഓവറിയാണ് സുപ്പീരിയർ ആയിട്ട് വരുന്നത്. അവിടെ രാജ്ഞിയാണ് ഭരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഹൈപ്പോഗൈനസ് ഓവറി, സുപ്പീരിയർ ഓവറി. അപ്പം ഇവിടെ കണ്ടില്ലേ, ഗൈനീഷ്യാണ് സിംഹാസനത്തിൻ്റെ മേലെ ഇരിക്കുന്നത്. ഇതാണ് സിംഹാസനം, അതിൻ്റെ മേലെ ഇരിക്കുന്നത് ഗൈനീഷ്യമാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സുപ്പീരിയർ ഓവറി, ഹൈപ്പോഗൈനസ് ഫ്ലവർ. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഓവറിയാണ് ടോപ്പ് പൊസിഷനിൽ, അതിൻ്റെ താഴെയാണ് സ്റ്റേമൻ, താഴെയാണ് പെറ്റൽ, സെപ്പലും കാര്യങ്ങളൊക്കെ ഉള്ളത്, കണ്ടോ. അപ്പം ഗൈനീഷ്യം സുപ്പീരിയർ, ശിവഗാമി ദേവിയുടെ ഭരണമാണ്. സോ ഇറ്റ് ഈസ് ഹൈപ്പോഗൈനസ് ഓവറി ഫ്ലവർ. പെരിഗൈനസ് എന്ന് പറയുമ്പം ശിവഗാമി ദേവിക്ക് പകുതി റോളേ ഉള്ളൂ, അമരേന്ദ്ര ബാഹുബലിയും പൽവാദേവനും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്, പകുതി റോൾ. സോ ഹാഫ് ഇൻഫീരിയർ ആണ് ഓവറി, പ്രത്യേകിച്ച് റോളില്ല, ബട്ട് ഹാഫ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇഫ് ഗൈനീമിഷ്, അതായത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ബാഹുബലിനെ പുറത്താക്കാൻ വേണ്ടി പൽവാദേവൻ പറയുമ്പം പകുതിയായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്, നമ്മുടെ ശിവഗാമി ദേവി. സോ അതർ പാർട്സ് ഓഫ് ഫ്ലവർ ലൊക്കേറ്റഡ് ഓൺ ദ റിം ഓഫ് തലാമസ് ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ലെവൽ. കണ്ടോ, പകുതിയിലാണ് റോൾ ഇരിക്കുന്നത്, ബാക്കിയുള്ളവരും നിൽക്കുന്നതിൻ്റെ പകുതി പൊസിഷൻ. അതാണ് പ്ലം റോസ് പീച്ച്, PRP അല്ലെങ്കിൽ PPR എന്നൊക്കെ പഠിക്കാം. എക്സാമ്പിൾ, പെരിഗൈനസ് ഫ്ലവർ വേർ ഓവറീസ് ഹാഫ് ഇൻഫീരിയർ. എപ്പിഗൈനസ് എന്ന് പറയുമ്പം ശിവഗാമി ദേവിയൊക്കെ പോയി, കംപ്ലീറ്റ് ലാസ്റ്റ് ആരുടെ കയ്യിലായി ഭരണം, അമരേന്ദ്ര ബാഹുബലിൻ്റെ, അല്ലെങ്കിൽ അമരേന്ദ്ര ബാഹുബലിൻ്റെ മകൻ മഹേന്ദ്ര ബാഹുബലിയാന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഓവറി കംപ്ലീറ്റ് ഇൻഫീരിയറായി. ശിവഗാമി ദേവി കുഞ്ഞിനെയും പിടിച്ച് പൊക്കി വെച്ചല്ലോ, ലാസ്റ്റ് ആരായി രാജാവ്, മഹേന്ദ്ര ബാഹുബലി. ശിവഗാമി ദേവി സത്തുപോയി. സോ ഗൈനീഷ്യം occupies lowest position. Margin of thalamus grows upward, enclosing the ovary completely and getting fused with it. Other parts of flower arise above the ovary. Hence the ovary is said to be an inferior, as in flower of guava, cucumber and ray flowered sunflower. സൺഫ്ലവറിൻ്റെ എന്താണ് റേ ഫ്ലോറൻസ്, കുക്കുംബർ, ഗൗവ, പേരയുടെ ഒക്കെ എക്സാമ്പിൾ പോലെ. നിങ്ങൾ ശിവഗാമി ദേവിനെ ആലോചിക്കുക, കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇൻഫീരിയർ ഓവറാണ്, കംപ്ലീറ്റ് ആയിട്ട് ശിവഗാമി വെള്ളത്തിനിടയിൽ മഹേന്ദ്ര ബാഹുബലി പൊന്തി വന്നു. സോ ദാറ്റ്സ് ഓൾ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എപ്പിഗൈനസ്, ദാറ്റ് മീൻസ് ഇൻഫീരിയർ ഓവറി, ഇൻഫീരിയർ ആയി ശിവഗാമി ദേവി സത്തുപോയി. സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഫ്ലവർ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, കഥ വെച്ച് അങ്ങ് പഠിച്ച് ഓർത്തോളാം. അപ്പം ഇത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓർമ്മ വരുന്നില്ലേ, ശിവഗാമി ദേവിയുടെ കൈ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് ഫ്ലവറിലേക്ക് പോവാണ്. ഫ്ലവറിൽ നമുക്ക് കാലിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ബഡ് സ്റ്റേജിൽ അതിനെ കവർ ചെയ്യാനായിട്ടാണ് കാലിക്സ് ഉള്ളത്. സെപ്പലാണ് അതിൻ്റെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഗ്രീൻ ആയിട്ടൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്, ബഡ് സ്റ്റേജിൽ കാണാം. ചിലപ്പോൾ ഫ്യൂസ്ഡ് ആയിട്ടും ചിലപ്പോൾ ഫ്രീ ആയിട്ട് കാണാം. ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗാമോസെപ്പാലസ്, ഫ്രീ ആണെങ്കിൽ പോളിസെപ്പാലസ്. ഇവിടെ 1 വേർഡ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കൊറോള എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫ്ലവറിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കൊറോള. സോ ഇൻഡിവിജ്വൽ മെംബ്രെയിൻ ആണ് പെറ്റൽ എന്ന് പറയുന്നത്, കളർഫുൾ ആയിരിക്കാം, നല്ല ഫ്രാഗ്രൻസ് ഉള്ളതായിരിക്കാം. അപ്പോൾ ഫ്രീ ആണെങ്കിൽ പോളി, ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗാമോ പെറ്റാലസ്. സം ഫ്ലവേഴ്സ് ലൈക്ക് ലില്ലി, കാലിക്സ് ആൻഡ് കൊറോള നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ ചില ലില്ലിയിലൊക്കെ ഈ കാലിക്സ് കൊറോള ഇങ്ങനെ വേറെ വേറെ ഇല്ല, അവർ ഒന്നിച്ച് നിൽക്കും. അങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് പെരിയാന്ത് എന്നാണ്. കാലിക്സോ കൊറോളോ എന്നല്ല, ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് പെരിയാന്താണ്. അവരുടെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ ടെപ്പൽ എന്ന് പറയും. പെറ്റൽന്നോ സെപ്പൽന്നോ അല്ല, ടെപ്പൽ എന്നാണ് പറയാറുള്ളത്. ഇനി അടുത്തതാണ് ഈസ്റ്റിവേഷൻ. ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോളൂ. അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ഫ്ലോറൽ ബഡ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം വേൾഡ്. അപ്പോൾ ഈസ്റ്റിവേഷൻ നമുക്ക് 4 പഠിക്കാനുള്ള: വാൽവേ, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി.
ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെയും സെപ്പലിൻ്റെയും അറേഞ്ച്മെൻറ്റാണ് പറയുന്നത്. ഒരാൾക്കാർ തൊട്ട് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാൽവേറ്റ്. കലോട്രോപ്പസ് ആണ് എക്സാമ്പിൾ. ഒരാൾ കയറി തോള് കയറി നിൽക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ കയറി ഒരാൾ ഇറങ്ങി, ഒരാൾ കയറി ഒരാൾ ഇറങ്ങി, ഒരാൾ കയറി ഒരാൾ ഇറങ്ങി, ഒരു കയറി ഇറങ്ങി. അപ്പം ഈ രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇസ് ട്വിസ്റ്റഡ്. ചൈന റോസ്, ലേഡീസ് ഫിംഗർ കോട്ടണിലൊക്കെ ട്വിസ്റ്റഡ് ആണ്. ഇംബ്രിക്കേറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരാൾ കംപ്ലീറ്റ് ഉള്ളിലും ഒരാൾ കംപ്ലീറ്റ് പുറത്തും, ബാക്കി എല്ലാവരും ട്വിസ്റ്റഡ്. ദാറ്റ് ഇസ് ഇംബ്രിക്കേറ്റ്. അത് കെഷിയ ഗുൽമോഹർ ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോണേഷ്യസ് ഉണ്ട്. ഇത് പ്രത്യേകമായിട്ടും നമ്മൾ പീ പ്ലാന്റിൽ പറയുന്ന പീൻ്റെ ഫ്ലവറിലാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും പാപ്പിലോണേഷ്യസ് ഫാമിലിയുടെ പ്രത്യേകതയാണ്. അയ്യോ ഞാൻ പയ്യെ പോവാം, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സ്പീഡ് പോകാൻ വേണ്ടിയിട്ടാണെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ സ്പീഡാക്കിയത്. ഓക്കെ, ഞാൻ പയ്യെ പോകോളാം. അപ്പം വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോണേഷ്യസ് എന്ന് പറയുമ്പോൾ ഈ പീ പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിങ്ങൾ പയറിൻ്റെ ഒക്കെ പൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് വലുതായിരിക്കും, പിന്നെ അതിൻ്റെ സൈഡിൽ വിങ്സ് ഉണ്ടാകും, പിന്നെ ഒരു ചെറുതും ഉണ്ടാകും. അപ്പം ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും, ഇതിനെ നമ്മൾ വിങ് പെറ്റൽസ് എന്ന് പറയും, പിന്നെ ഇവിടെയുള്ളതിനെ നമ്മൾ കീൽ എന്നും പറയും. അപ്പം ഇങ്ങനെ 3 ലെയറിലായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പാപ്പിലോണേഷ്യസ് അല്ലെങ്കിൽ വെക്സിലറി ആയിട്ടുള്ള ഫ്ലവറിൻ്റെ പെറ്റൽസിനെ പറയുന്നത്. സോ ഇത് 4 നിങ്ങൾ പഠിച്ചു വെക്കണം. അറേഞ്ച്മെൻറ്റ് ഓഫ് പെറ്റൽസ് ഓർ സെപ്പൽസ് ഓൺ ദി ഫ്ലോറൽ ആക്സസ്. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കണം, വാൽവേറ്റ് എന്ന് പറയുമ്പോൾ തൊടാതെ അടുത്തടുത്ത് നിൽക്കുകയാണ്. ട്വിസ്റ്റഡ് എന്ന് പറയുമ്പോൾ കയറി ഇറങ്ങി നിൽക്കുകയാണ്. ഇംബ്രിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ കംപ്ലീറ്റ് ഉള്ളിൽ ഒരാൾ കംപ്ലീറ്റ് പുറത്ത്. വെക്സിലറി എന്ന് പറയുമ്പോഴോ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഒരു വലുത് ചെറുത് ഈ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു ചാപ്റ്റർ ലെഫ്റ്റ് ഇല്ല, ലാസ്റ്റ് ചാപ്റ്റർ. അടുത്ത് നമ്മൾ ആൻഡ്രീഷ്യത്തിലേക്ക് വരികയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് വേൾഡിനെയാണ് നമ്മൾ ആൻഡ്രീഷ്യൻ പറയുന്നത്. ഇൻഡിവിജ്വൽ മെംബ്രെയിൻ നമ്മൾ സ്റ്റേമൻ എന്ന് പറയും, സ്റ്റെറൈൽ സ്റ്റേമന് സ്റ്റാമിനോയിഡ് എന്നും പറയും. അപ്പം ആന്തറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇനി +2ലേക്ക് ചെയ്യുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ആന്തർ ഉണ്ട്. ഈ ആന്തറിനെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഫിലമെൻ്റ് ഉള്ളത്. അപ്പം ആന്തറിൻ്റെ ഉള്ളിലുള്ള ലോബ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഈ ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ്, ഡൈതീക്കസ്, ടെട്രാസ്പൊറാഞ്ചസ് ആൻഡ് ടെട്രാഗണലാണ്. ഈ പോയിന്റ്സ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം, കാരണം ഇതിന് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ 12th ആവശ്യമുള്ളതാണ്. സോ ആന്തർ എന്ന് പറയുന്നത് എന്താണ്, 2 ലോബ് ഉണ്ട്. ഇതാണ് 2 ലോബ്സ്. ഓരോ ലോബിലും എന്തുണ്ട്, 2 തീക്കകളുണ്ട്. ആ തീക്ക മൊത്തത്തിൻ്റെ ഉള്ളിലും 4 സ്പൊറാഞ്ചിയംസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ സ്പോസ് ഉള്ളത്, അതാണ് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. പിന്നെയോ ടെട്രഗണൽ, 4 കോണേഴ്സിലായിട്ടാണ് ഈ സ്പൊറാഞ്ചിയംസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ലിയർ? അപ്പം ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ് ആൻഡ്രീഷ്യത്തിൻ്റെ ആന്തറിൽ. ഇനി എപ്പിപെറ്റാലസ്, ഈ പറയുന്ന പെറ്റൽസ് ഉണ്ട്. ഈ പെറ്റൽസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്റ്റേമൻസ് ഉള്ളതെങ്കിൽ നമുക്ക് എപ്പിപെറ്റാലസ് എന്ന് പറയാം. ഇനി ടെപ്പൽ അല്ലെങ്കിൽ നമ്മുടെ പെരിയാന്ത് ഉണ്ടല്ലോ, അതിൽ ടെപ്പലിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സെപ്പൽ ഉണ്ട്, ബട്ട് സെപ്പൽ ഇല്ല. ഇതൊരു ലിലിയേസി ഫാമിലിയിലാണെങ്കിൽ ലില്ലി ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണെങ്കിൽ നമ്മളതിനെ എപ്പിഫില്ലസ് എന്ന് പറയും. അപ്പം പെറ്റലിലേക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റേമൻ ആണെങ്കിൽ എപ്പിപെറ്റാലസ്, സ്റ്റെപ്പലിലേക്കാണെങ്കിൽ എപ്പിഫില്ലസ്. സൊളനേസിയ മാൽവേസിയ ആണ് എപ്പിഫില്ലസിന് എക്സാമ്പിൾ, എപ്പിപെറ്റാലസിന് എക്സാമ്പിൾ ലിലിയേസിയ ആണ് എപ്പിഫില്ലസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ലിലിയേസിയയിൽ മാത്രമേ നമുക്ക് എപ്പിഫില്ലസ് കാണുള്ളൂ. ഇനി ഈ സ്റ്റേമിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് മൊണാഡൽഫസ്, ഡയാഡൽഫസ്, പോളിയാഡൽഫസ് എന്ന് പറയും. നമ്മളിപ്പോൾ ചെമ്പരത്തിയിലൊക്കെ കാണുന്നത് സ്റ്റേമൻസ് എല്ലാം കൂടെ ഒരൊറ്റ ബണ്ടിലായിട്ട് നിൽക്കുന്നതാണ്. ചെമ്പരത്തി കാണുന്നത്, ചൈന റോസിൽ കാണുന്നത് മൊണാഡൽഫസ് ആണ്. പിന്നെ ഇവിടെ കണ്ടു 2 ബണ്ടിലായിട്ട് നിൽക്കുമ്പോൾ അത് ഡയാഡൽഫസ്. കുറേ ബണ്ടിലായിട്ട് ആ സ്റ്റേമൻസ് അറേഞ്ച് ചെയ്തെങ്കിൽ പോളിയാഡൽഫസ്. ഡയാഡൽഫസിന് എക്സാമ്പിൾ പി ആണ്. പോളിയാഡൽഫസ് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ എക്സാമ്പിളാണ്, നാരകത്തിലൊക്കെ. ഇനി ഗൈനേഷ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഉണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേൾഡാണ്. ഇൻഡിവിജ്വലിനെ നമ്മൾ കാർപ്പൽ എന്ന് പറയും. സ്റ്റെറൈൽ ആണെങ്കിൽ പിസ്റ്റിലോയിഡ്, മറ്റേത് സ്റ്റാമിനോയിഡ് ആണെങ്കിൽ ഇത് പിസ്റ്റിലോയിഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്ലാസൻ്റ ഉണ്ട്, ക്യൂഷ്യൻ ലൈക്ക് ടിഷ്യൂസ് വിച്ച് ബെയർ ഒബ്യൂൾ. ഓവറി സ്വള്ളൻ ബേസ് ചാമ്പർ ആണ്, ലൊക്യൂളാണ് ചാമ്പർ ഇൻസൈഡ് ദ ഓവർ. അപ്പോൾ ഓവറിൻ്റെ ഉള്ളിലുള്ള ലൊക്യൂളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി മൾട്ടി കാർപ്പലറി, കാർപ്പൽസ് ഫ്രീ ആയിട്ടാണെങ്കിൽ അപ്പോകാർപ്പസ് എന്ന് പറയും, ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പസ്. ലോട്ടസ് റോസിലൊക്കെ എന്താ അപ്പോകാർപ്പസ് ആണ്, സിൻകാർപ്പസ് ആണ് ടൊമാറ്റോ മസ്റ്റാർഡിലൊക്കെ കാണാൻ കഴിയുന്നത്. ഓവറിയാണ് പിന്നീട് ഫ്രൂട്ടായിട്ട് മാറുക, ഒബ്യൂളാണ് പിന്നീട് സീഡായിട്ട് മാറുന്നത് ഫെർട്ടിലൈസേഷനൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം. ഇനി ഇവിടെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിപെറ്റാലസിൻ്റെ എക്സാമ്പിൾ എപ്പിഫില്ലസ്, ഇത് ലില്ലേസിയൻ്റെ എക്സാമ്പിളാണ്. ഇത് നമ്മൾ
ബ്രിഞ്ചാളിൽ ഇതുപോലെ പെറ്റലിലൂടെ അറ്റാച്ച് ചെയ്ത് കാണാൻ കഴിയും. പിന്നെ മൊണാഡൽഫസ്, ഡയഡൽഫസ്, പോളിയാഡൽഫസിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ഇതാ ഫ്യൂസ് ചെയ്ത് സിൻകാർപ്പസ്, അപ്പോകാർപ്പസ്, അങ്ങനെ ഡിഫറൻസ് ആയിട്ട്. അടുത്ത ഡെഫിനേഷൻ പഠിക്കേണ്ടതാണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ് വിത്തിൻ ദ ഓവറിയാണ്, ഓവറിന്റെ ഉള്ളിലുള്ള ഒവ്യൂളിന്റെ അറേഞ്ച്മെന്റ്. അപ്പം മാർജിനൽ പ്ലാസന്റേഷൻ, ആക്സൈൽ, ഫ്രീ സെൻട്രൽ, പെരൈറ്റൽ ആൻഡ് ബേസൽ, ഇത്രയുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ മാർജിനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടോ, പീ പ്ലാന്റിലെ പോലെ ഒരു മാർജിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ്. അതിന് നമ്മൾ മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയും. ഒരു റിഡ്ജ് ആയിട്ട് ഫോം ചെയ്യും. എക്സാമ്പിൾ പീ പ്ലാന്റ് ആണ്, ഫാബേസിയം. ആക്സൈൽ പ്ലാന്റേഷൻ എടുക്കുന്ന സമയത്ത് ടൊമാറ്റോയിലൊക്കെ കാണുന്ന പോലെ ഒരു ആക്സൈൽ, അതിൻ്റെ ചുറ്റുമാണ് എന്ത്, ഒവ്യൂൾസ് വരിക. മൾട്ടി ലോക്കുലറിയാണ്. ചൈന റോസ്, നമ്മുടെ ചെമ്പരത്തിയിലും ടൊമാറ്റോയിലും ലെമണിലും ഒക്കെ നമുക്ക് കാണുന്നത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. പിന്നെ സെൻറ്ററിൽ കണ്ടോ, ഫ്രീ സെൻട്രൽ, ഫ്രീ ആയിട്ട് സെൻട്രൽ ഒവ്യൂൾ കിടക്കുന്നതാണ്. ഡയാന്തസ് പ്രൈമറോസിൽ നമുക്ക് കാണാം യൂണിലോക്കുലർ ഓവറിയാണ്. പെരൈറ്റൽ, നമുക്ക് പെരൈറ്റൽ ഈ പുറത്തുള്ള വോളിലേക്ക് അറ്റാച്ച് ചെയ്താണ് കാണാൻ കഴിയുക. ഒവ്യൂൾ ഡെവലപ്പ് ഓൺ ഇന്നർ വോൾ ഓഫ് ഓവറി, അർജമോൺ, മസ്റ്റാർഡ്, ബ്രാസിക്കേസിയ ഫാമിലി കാണാം. പിന്നെ പ്ലാസന്റ ഡെവലപ്പ് അറ്റ് ദ ബേസ് ഓഫ് ഓവറി, സിംഗിൾ ഒവ്യൂൾ, ബേസിൽ ഒവ്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നത്, ബേസൽ പ്ലാസന്റേഷൻ. സൺഫ്ലവർ, മാരിഗോൾഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ബേസൽ പ്ലാസന്റേഷൻ ആണ്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫ്രൂട്ടും സീഡും നോക്കിയാൽ പീ പ്ലാന്റിൽ മാർജിനൽ, ആക്സൈൽ, പിന്നെ ഇതാണ് പെരൈറ്റൽ, കണ്ടോ പുറത്തെ വോളിലാണ് ഒവ്യൂളിൻ്റെ അറേഞ്ച്മെന്റ്. പിന്നെ സെൻട്രൽ, ഫ്രീ സെൻട്രൽ ആണ്. ഇതാണ് ബേസൽ പ്ലാസന്റേഷൻ. ഇങ്ങനെയാണ് പ്ലാസന്റേഷൻസ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒവ്യൂള് പിന്നെ സീഡായിട്ട് മാറുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രൂട്ട്, സീഡ് ആൻഡ് ദി ഫാമിലി സോളനേസിയ ആണ്. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ടും ഉണ്ട്, ട്രൂ ഫ്രൂട്ടും ഉണ്ട്. അതായത് ഒരു ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതേസമയം പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആർ കോൾഡ് പാർത്തനോകാർപ്പിക്. ബനാനയൊക്കെ അങ്ങനെയാണ്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാവും. ഇനി അതിൽ പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്രൂട്ടിന് അതിനൊരു വോളുണ്ട്. ആ വോളിനെയാണ് നമ്മൾ ഫ്രൂട്ട് വോൾ എന്ന് പറയുന്നത്. മേ ബി ഡ്രൈ ഓർ ഫ്ലഷി. പെരികാർപ്പ് ഇസ് തിക്ക് ആൻഡ് ഫ്ലഷ്. ഇറ്റ് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. അതായത് നമ്മളിപ്പം മാമ്പഴമൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്ലഷി ആയിട്ട് നമുക്ക് തിന്നാനുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പം അതിൽ പുറമേ നിങ്ങൾക്ക് എപ്പികാർപ്പ് കാണാം. ഇതാണ് മീസോകാർപ്പ്, ഇതാണ് സീഡ്, ഇതാണ് എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോക്കനട്ട് എടുക്കുന്ന സമയത്തോ, കോക്കനട്ടിൻ്റെ മീസോകാർപ്പാണ് ഈ കട്ടിയുള്ള ഭാഗം, ഉള്ളിൽ നമുക്ക് സീഡ് കാണാം, ഇതാണ് എൻഡോകാർപ്പ്. അപ്പോൾ ഈ ഒരു ഡയഗ്രം വെച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത് ഏതാണ് ഫ്രൂട്ട് എന്നും, ഡയഗ്രത്തിൽ എപ്പികാർപ്പ്, മീസോകാർപ്പ് ഒക്കെ ലേബിൾ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഓർത്ത് വെക്കണം, ഡ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ, ഡെവലപ്പ് ഫ്രം മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിയാണ്. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടിനെ നമ്മൾ ഡ്രൂപ്പ് എന്ന് പറയുന്നു. മാംഗോയും കോക്കനട്ടും ഡ്രൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി സീഡ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്ന. ഡൈക്കോട്ടും മോണോകോട്ട് സീഡും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഡോകാർപ്പ്, എപ്പികാർപ്പൊക്കെ. ഇത് പീനട്ട് സീഡാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സീഡ് എടുക്കുമ്പോൾ സീഡ് കോട്ടിൻ്റെ ഔട്ടർ ലെവലിനെ ടെസ്റ്റ എന്നും ഉള്ളിൽ ടെഗ്മൻ എന്നും പറയും. ഹൈലം സ്കാർ ഓൺ ദ സീഡ് കോട്ടാണ്. മൈക്രോപൈൽ സ്മോൾ പോർ എബവ് ദ ഹൈലം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൈലം, അതാണ് മുളച്ച് പൊന്തുന്ന. പിന്നെ ഇത് 2 കോട്ടിലഡൻസ്, ഡൈക്കോട്ട് ആകുമ്പോൾ 2 കോട്ടിലഡൻ ഉണ്ട്. മേലെ പ്ലിമ്യൂൾ, താഴെ റാഡിക്കൽ കാണാം. എൻഡോസ്പെർമിസ് കംപ്ലീറ്റ്ലി കൺസ്യൂം, ഹെൻസ് മെച്യൂരിറ്റി സീഡ്സ് നോൺ എൻഡോസ്പെർമിസ് ആണ്. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻഡോസ്പെർമിസ് അല്ല, കാരണം നോൺ എൻഡോസ്പെർമിസാ. കാരണം ഇവിടെ ബാക്കി വന്ന എൻഡോസ്പെർം ഒക്കെ ഇവർ യൂസ്ഡപ്പ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് കോട്ടിലഡനായിട്ട് മാറിയത്. കാസ്റ്റർ മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. മോണോകോട്ട് സീഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കോട്ടിലഡനാണ് എൻഡോസ്പെർമിസ്, അല്ലെങ്കിൽ ആൽബുമിനസ് സീഡാണ്. അലൂറോൺ ലെയർ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ലെയർ ഉണ്ട്. ലാർജ് ഷീൽഡ് ഷേപ്ഡ് കോട്ടിലഡൻ ഗ്രാസ് ഫാമിലി ഉള്ളത് സ്ക്യൂട്ടെല്ലമാണ്. ഷീത്ത് ഓഫ് പ്ലിമ്യൂളിനെ കോളിയോപ്റ്റൈൽ എന്നും റാഡിക്കലിനെ കോളിയോറൈസ എന്ന് പറയും. അപ്പോൾ ഈ ഡയഗ്രവും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ ഡയഗ്രവും പഠിച്ചു വെക്കണം. ഇതാണ് എൻഡോസ്പെർം, ഇതാണ് നമ്മുടെ സീഡ് കോട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് വോൾ, ഇതാണ് അലൂറോൺ ലെയർ, പിന്നെ ഇവിടെ കോളിയോപ്റ്റൈൽ, പ്ലിമ്യൂൾ, ഇവിടെ റാഡിക്കൽ, കോളിയോറൈസ. ഇതും ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് പ്ലസ് ടുവിലേക്ക് ചെല്ലുമ്പോൾ പ്രാക്ടിക്കലിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മറന്നു വെച്ച് പോകരുത്. ഇവിടെ ഇട്ടിട്ട് എക്സാം കഴിഞ്ഞ പാടെ വീട്ടിൽ പോകാനുള്ളതല്ല. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് 12th പ്രാക്ടിക്കലിനും കൂടെ ആവശ്യമുള്ളതാണ്. അപ്പോൾ
വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ഫ്ലോറൽ ഫോമിലും ഒക്കെ നമുക്കൊരു പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫാമിലി വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലോറൽ ഫോർമുല. ഇപ്പോൾ ബ്രാക്ടേറ്റ് ആണെങ്കിൽ BR, കാലിക്സ് K, കൊറോള C, പെരിയാൻ P, ആൻഡ്രീഷ്യം A, ഗൈനീഷ്യം G, സുപ്പീരിയർ ഓവറി ആണെങ്കിൽ G മേലെ, ഇൻഫീരിയർ ആകുമ്പോൾ ഗൈനീഷ്യം സിംഹാസനത്തിന് താഴെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇൻഫീരിയർ ആകുമ്പോൾ ഗൈനീഷ്യം താഴെ, മെയിൽ ഫ്ലവർ ആകുമ്പം ആരോ മേലെ, ഫീമെയിൽ ആകുമ്പോൾ താഴെ പ്ലസ്. രണ്ടും ഉണ്ട്. ബൈസെക്ഷൽ ആണെങ്കിൽ രണ്ടും നമുക്ക് കാണിക്കാം. ആക്നോമോഫിക് പ്ലസ് ആണ്, സൈഗോമോഫിക് പെർസെൻറ്റേജ് ആണ്. പിന്നെ ഫ്യൂസ്ഡ് ആകുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കും. ഫ്ലോറൽ പാർട്സ് തമ്മിലുള്ള അറ്റാച്ച്ഡ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കേർവ് വരച്ചിട്ടാണ് നമ്മൾ എപ്പിപെറ്റാലിസിനൊക്കെ സൂചിപ്പിക്കുന്നത്. ഫ്ലോറൽ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ബേസൽ ആക്സിസ് ആണ്, ഇതാണ് സെപ്പല്, ഇതാണ് പെറ്റൽസിനെ അറേഞ്ച്മെന്റ് കാണിക്കുന്നത്, ഇതാണ് അതിൻ്റെ ആന്തേഴ്സിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേമെൻസിനെ കാണിക്കുന്നത്, ഇതാണ് അതിൻ്റെ ഗൈനീഷ്യം, ഉള്ളിലാണ് നമ്മുടെ പ്ലാസന്റേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആക്നോമോർഫിക്, ബൈസെക്ഷൽ, കാലിക്സ് 2+2, കൊറോള 4, ആൻഡ്രീഷ്യം 2+4, ഗൈനീഷ്യം എന്താണ്, ഗൈനീഷ്യം മേലെയാണ്, സോ സുപ്പീരിയർ ഓവറി ആണ്. ഫ്യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് ഗ്യാമോ എന്താണ് ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇതാണ് കാണുന്നത്, സിൻകാർപ്പസ് ഓവറിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്, സോളനേസിയ ഫാമിലി. നിങ്ങൾ ഇതിൻ്റെ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ സോളനേസിയ ഫാമിലി എന്ന് പറയുന്ന ഒരു പൊട്ടറ്റോ ഫാമിലിയാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടോപ്പിക്, സബ് ട്രോപ്പിക്സ്, ഈവൻ ടെമ്പറേറ്റ് സോൺ. ആൻഡ് ഇവരുടെ ലീഫിൻ്റെ പ്രത്യേകത എന്താ, ഓൾട്ടർനേറ്റ്, സിമ്പിൾ, റയർലി പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ളത് കാണാം. റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ് ഇവിടെ നമുക്ക് കാണുന്നത്, കാരണം അതൊരു ഡൈക്കോട്ട് ഫാമിലി ആയതുകൊണ്ട്. ഫ്ലോറൽ ഫീച്ചേഴ്സ് എടുക്കുമ്പോഴോ ഇൻഫ്ലോറസൻസ് ഉണ്ട്, സോളിറ്ററി, ആക്സലറി അല്ലെങ്കിൽ സൈമോസ്. അങ്ങനെ ഒരു ഫാമിലിയിൽ പല ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സെപ്ഷണൽ ആയിട്ട് പറയുന്നത്. പിന്നെ ബൈസെക്ഷൽ ഉണ്ട്, ആക്ടോമോർഫിക് ആണ് ഇവരുടെ സിമ്മട്രി. കാലിക്സ് 5 ഫ്യൂസ്ഡ്, ഗ്യാമോസെപ്പാലസ്, പെർസിസ്റ്റന്റ് കാലിക്സ് ആൻഡ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. കൊറോള പെറ്റൽ 5 ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്, ഗ്യാമോ പെറ്റാലസ് ആണ്, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ്രീഷ്യം 5 സ്റ്റേമൻ, എപ്പിപെറ്റാലസ് ആണ്. ഗൈനീഷ്യം ബൈകാർപ്പലറി, സിൻകാർപ്പസ്, ബൈലോക്കുറൽ, ഓവറി സുപ്പീരിയർ ആണ്, പ്ലാസന്റേഷൻ ആക്സൈൽ, ഒബ്ലിക് സെപ്റ്റ, സ്വെല്ലൻ പ്ലാസന്റ വിത്ത് മിനി ഓവ്യൂൾ ആണ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെറി, റെയർലി ക്യാപ്സ്യൂൾ ആയിട്ടും കാണാം. സീഡ് മെനി ഉണ്ട്, എൻഡോസ്പെർമസും ആണ്. ഇനി ഇതിന്റെ ഫ്ലോറൽ ഡയഗ്രാം നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ബേസൽ സ്റ്റെമ്മിന്റെ നമ്മൾ വരയ്ക്കുന്നു. ഇത് കണ്ടില്ലേ, 1 2 3 4 5 സെപ്പലാണുള്ളത്, അത് ഫ്യൂസ്ഡ് ആണ്. 5 പെറ്റൽസ് ഉണ്ട്, അതും ഫ്യൂസ്ഡ് ആണ്. ആൻഡ് ഇതെന്താണ്, എപ്പിപെറ്റാലസ്, പെറ്റലിന്റെ മേലെ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേമിനെ വരയ്ക്കുക. ആൻഡ് ഇത് ആക്സൈൽ പ്ലാസന്റേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലാസന്റേഷനെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോറൽ ഫോർമുല റെപ്രസെന്റ് ചെയ്യുന്നത്, ഫ്ലോറൽ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്ലോറൽ ഫോർമുല നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ടോമോർഫിക്, ബൈസെക്ഷൽ, കാലിക്സ് 5 സെപ്പൽ ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്. കൊറോള 5 ഫ്യൂസ്ഡ് ആണ്. ആൻഡ് ഇത് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് എപ്പിപെറ്റാലസ് ആണ് ആൻഡ്രീഷ്യം, അത് 5 കാണിക്കുന്നു. ഗൈനീഷ്യം സുപ്പീരിയർ ഓവറി കാണിക്കുന്നു, 2 സിൻകാർപ്പസ് ഓവറി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇത് ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൊമാറ്റോ, പൊട്ടറ്റോ ഒക്കെ, ബ്രിഞ്ചാളൊക്കെ സ്പൈസ് ആയിട്ട് ചില്ലി യൂസ് ചെയ്യും. മെഡിസിൻ ആയിട്ട് നമ്മൾ അശ്വഗന്ധയും ബെലഡോന യൂസ് ചെയ്യുന്നതാണ്. ഫ്യൂമിഗേറ്ററി ആയിട്ട് നമ്മൾ ടൊബാക്കോ യൂസ് ചെയ്യും. ഓർണമെന്റൽ ആയിട്ട് പെറ്റിയോൺ യൂസ് ചെയ്യും. അപ്പോൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസും ഒരു 2 മാർക്കിന് ചിലപ്പം ചോദിക്കാം. അപ്പം മോർഫോളജിയിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നാളത്തെ വൈകുന്നേരത്തെ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്ന് വന്ന കുട്ടികളെ പോലെ മിടുക്കരായിട്ട് നിങ്ങൾ നാളെയും വരണം. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു സമയം വരെ ക്ലാസ്സിൽ ഇത്രയും വിജിലൻ്റ് ആയിട്ട് ഇരുന്ന എല്ലാ മക്കൾക്കും മിസ്സിൻ്റെ വക ഒരു വലിയ ഒരു കൺഗ്രാജുലേഷൻസ്. കാരണം നമ്മൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്നു. ഈ ഒരു ഒറ്റ ലൈവിൽ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ്, ഈ ഒരു വർഷം പഠിച്ച ചാപ്റ്ററാണ് നമ്മൾ ഈ 13-14 മണിക്കൂറോളം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അത്രയും സീരിയസ്നെസ്സോടു കൂടെ തന്നെ കാണണം. നാളെ ഇതുപോലെ തന്നെ എൻ്റെ മക്കളെല്ലാവരും വരണം. നമുക്കിതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ കണ്ട ഒരു ബോർഡ് എക്സാം അല്ല പ്ലസ് 1 നിങ്ങൾ കാണുക. ഇത്രയും വലിയ സബ്ജക്റ്റ്, ഇത്രയും വലിയ കോൺസെപ്റ്റ്, ഇത്രയും അധികം നമുക്ക് ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. അതിൽ നിന്നാണ് 1 മാർക്കും 2 മാർക്കും 3 മാർക്കും ക്വസ്റ്റ്യൻസ് ഉള്ളത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്.
അപ്പം അതിന് ടാസ്ക് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ഈ ലൈവ് കണ്ട് കോൺസെപ്റ്റ് ഒക്കെ പഠിക്കണം. ഇനി നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം, നെറ്റ് തീർന്നു പോയവർ, റേഞ്ച് ഇല്ലാത്ത ഇഷ്യൂസ് ഉള്ളവർ, വേറെ പല കാരണങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരോടും ഈ ലൈവ് മസ്റ്റായിട്ട് തന്നെ കാണാൻ പറയണം. ആൻഡ് നാളത്തെ ലൈവ് മിസ്സാക്കരുതെന്നും കൂടെ അവരോട് നിങ്ങൾ പറയണം. അപ്പം നാളെ വൈകിട്ട് കറക്റ്റ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്രയധികം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ. അതിലെ എല്ലാ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ സെറ്റാക്കും കേട്ടോ. യെസ് എടാ, ഇത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ 100% നിങ്ങളുടെ എഫേർട്ട് ഇടാൻ തയ്യാറായിട്ട് ഈ അവസാനം 11 മണി വരെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം മോട്ടിവേഷൻ നിങ്ങൾക്ക് ഞാൻ എന്ത് തരണം? നിങ്ങൾ കാരണം ഞാൻ വരെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ടൈം നിങ്ങൾ തന്നെയാണ് ഇവിടെ ഇരുന്ന് പഠിക്കുക. അപ്പം നമ്മൾ ഈ രാത്രി സമയം വരെയും ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നതിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തൊക്കെ മാക്സിമം തരാമോ അത് മാക്സിമം തരിക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞ് വന്ന് തരാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വെച്ച് നാളെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കോൺസെപ്റ്റ് എല്ലാം. അപ്പം നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങളിലാണ് മോട്ടിവേറ്റഡ് ആവേണ്ടത്. നിങ്ങൾ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. അതിൻ്റെ റിസൾട്ട് ബയോളജിയിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് A+ മേടിക്കാൻ പറ്റും. പക്ഷെ അത്ര പെട്ടെന്ന് A+ പോകുന്നതുമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ആരും ഉഴപ്പിക്കളയരുത്. എനിക്കറിയാം ഇന്ന് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഉഴപ്പുന്ന കുട്ടികളല്ല, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പം ലൈവ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. ലാസ്റ്റ് വന്ന കുട്ടികളുണ്ട്, ഇടയ്ക്ക് പോയ കുട്ടികളൊക്കെ ഉണ്ടാകും. ഡോണ്ട് വറി, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലൈവ് കാണണം. ഇനി ഫസ്റ്റ് ഹാഫ് ഒന്നും കട്ടായി പോവില്ല, എല്ലാം വെച്ച് തന്നെ നമ്മൾ ലൈവ് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ്, ഷോർട്സ്, അതുപോലെ ഇനി വരുന്ന ലൈവൊക്കെ, കാരണം ഇനി മോഡൽ എക്സാം തുടങ്ങി, മാരത്തോൺ ലൈവുകൾ സൂപ്പർ 30, സൂപ്പർ 60 നമ്മൾ പോവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും നാളെ. എല്ലാ PYQs എല്ലാ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നാളെ എന്തായാലും വരണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കുറേ കുട്ടികൾ നീറ്റ്, JEE ഒക്കെ ആഗ്രഹിക്കുന്ന, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. നമ്മുടെ സൈലൻസ് സ്കൂളിലെ കുറേ കുട്ടികളുണ്ട്, അവരൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പം നിങ്ങളും ഏറ്റവും നല്ല ഉയരങ്ങളിലേക്ക് എത്തണം. അപ്പോൾ ഈ സിലബസ് പഠിക്കണം. ഇനി ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാനോ കൂടുതൽ മാർക്ക് മേടിക്കാനോ നമുക്കൊരു സമയം കളയാനില്ല. ഈ ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷയിൽ തന്നെ ടോപ്പ് ലെവൽ നിങ്ങൾ അങ്ങേറ്റം കൊടുത്ത് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾ മേടിക്കാൻ തയ്യാറാവുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നാളെ എല്ലാവരും വരിക. നിങ്ങൾ ലൈവിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടുക. അപ്പം ഇന്നത്തെ ഇത്രയും ലോങ് അവറിൽ നിങ്ങൾ വന്ന എല്ലാവർക്കും സെറ്റ് ആവട്ടെ. ഓൾ ദ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. ആൻഡ് എല്ലാവർക്കും നാളത്തേക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ, കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റട്ടെ. ഇനിയും കുറേ വാലന്റൈൻസ് ഡേ ഉണ്ട്. സിംഗിളായിട്ടിരിക്കുന്നവരൊന്നും വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന കുറേ വാലന്റൈൻസ് ഡേകളും കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഒന്നും സമയമായിട്ടില്ല, എല്ലാം വരുന്നതേ ഉള്ളൂ. ഇപ്പം ചെറിയ ചോക്ലേറ്റും ഡയറി മിൽക്കും കിട്ടുന്നതിലും വലിയ വലിയ സമ്മാനങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. യെസ്, മിസ്സും +2 പഠിക്കുമ്പോൾ സിംഗിളായിരുന്നു, പക്ഷേ പിന്നെയാണ് മിസ്സിന് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റൊക്കെ കിട്ടി, കമ്മിനോടൊക്കെ ആയത്. അപ്പം അതുപോലെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ഗിഫ്റ്റുകൾ ഈ ലൈഫിൽ വരാൻ കിടക്കുന്നുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്നവരും വരാൻ കിടക്കുന്നുണ്ട്. അപ്പം വെയിറ്റ് ഫോർ ദി റൈറ്റ് പേഴ്സൺ, അത്രയേ ഉള്ളൂ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ ബൈ. താങ്ക് യു.